ഓ മൈ ബേബി, ബേബി ഇതുവഴി വരൂലേ എന്ന്? ഓളെ കണ്ടു കഴിഞ്ഞ് എങ്ങനെങ്കിലും ഏച്ചിനെ കണ്ണു വെട്ടിച്ച് സംസാരിക്കണം. കൂടെ കണ്ണേട്ടനോട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായി. അല്ല, കണ്ണനൊക്കെ ഇതുവഴി വരുന്നാണല്ലോ. ഇന്നെന്താ ഒരു കാണാത്ത? കാണാനുള്ള സമയമായല്ലോ. ഓ, ചിലപ്പോ ഒരു നേരത്തെ പോയിണ്ടാവും ഇതുവഴി. എന്താ ചേച്ചി ആലോചിക്കുന്നു? അന്നെങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കാം? നടക്കാൻ നോക്കിക്കൂട്. അല്ലെന്തോ ചേച്ചിയെ, പാറും കണ്ണേട്ടനും വേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയാ, ഞാനും ഓരോ തന്നെയാ നോക്കുന്നു. നിക്ക്, എന്താടോ കാര്യം പറയ്. നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെറ്റായോ? അതൊക്കെ കുഞ്ഞുക്കുള്ളോട് പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് പറയ്. പറയടച്ചൊക്കെ അടങ്ങി നിക്ക്. ഇങ്ങനെ കഴിച്ചാണ് കാര്യം പറയ്. എന്താ മോളെ, മൊഡയാണോ? കാര്യം എങ്ങോട്ട് പറയ്. എന്തേ എന്തേ ഓൻ ജമ്മോ ചെറിയ വയല് വലിയ വർത്താനം വന്നു തുടങ്ങിയല്ലോ. ഈ മൊടയർക്കാൻ ഇങ്ങോട്ട് വേഗം ഇങ്ങോട്ട് പറയടി. ഞങ്ങൾ തമ്മിൽ സെറ്റാക്കപ്പ് എന്താ കാര്യം? എടിന്റെ കാര്യം സെറ്റായി കൊണ്ടടി. എന്നോട് ഞാൻ എത്ര ദിവസമായി ഇത് പറയുന്നു. എന്റെ കാര്യം സ്വന്തം കഷ്ടപ്പെട്ട് ശരിയാക്കി എടുത്തല്ല, തന്നെ പോലെ പൊട്ടങ്ങൾ കളിച്ച് നടക്കലല്ല എന്റെ പണി. ഓറാക്കല്ലോടി, എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരൂ വേഗം. എനിക്ക് പ്ലീസ് വെച്ചേ. ആലോചിക്കപ്പൂ, ഇതിനൊക്കെ ഒരുപാട് സമയച്ചിലവുണ്ട്. കോളേജിൽ എന്തോ തരികീടുണ്ടാക്കിയിട്ടല്ലേ കോളേജിൽ നിന്ന് സസ്പെൻഷൻ കിട്ടി ഇങ്ങോട്ട് പോകുന്നത്. എന്തോ ചെക്കന്മാരായിട്ടുള്ള ഇടപാടാണെന്നാണ് കേട്ടറിഞ്ഞത്. അത് ഞാൻ കണ്ടേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ, ഞാൻ അവനോട് നിന്റെ ലവ് ട്രൂ ലവ് ആണെന്ന് പറയണമെങ്കിൽ മര്യാദയ്ക്ക് മോള് പാറുവിനെ സെറ്റാക്കി തരണം, അല്ലേ കളി മാറും. എടാ, എന്റെ കാര്യം എന്റെ കയ്യിലല്ല. ഞാൻ വേണക്കൊരു ടിപ്പ് തരാം. എന്താ ടിപ്പ്? വേഗോട്ട് പറഞ്ഞൂടി. ഈ ബേബീന്ന് വിളിച്ചിട്ട് തലയാട്ടണം. എൻ്റെ പൊന്നു മോളെ, ബേബിന്ന് മാത്രമല്ല, ഞാൻ കുറെ സ്വീറ്റിന്ന് വിളിച്ചിട്ട് തലയാട്ടി. അത് പോരാഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പുതിയ പുതിയ ട്രെൻഡുകൾ, സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് എന്ന് പറഞ്ഞ കുറെ വിദ്യകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഓളൊരു ബേബി വിളി. ഈ വേറെ ഏതേ വർക്കൗട്ട് ആവുന്ന ഐഡിയ ഉണ്ടേ പറഞ്ഞുണ്ടോ? ഈ ബേബി വിളിയൊക്കെ എന്റെ അടുത്ത് കണ്ട് പഠിച്ചതല്ലേ? അതെയല്ലോ, അതിനിപ്പോ എന്താ? ഈ ബേബി വിളി വിളിക്കുന്ന സമയത്തൊക്കെ എവിടെ നിന്നുണ്ടായിരുന്നേ? ഈ വിളിക്കുമ്പോ ഞാൻ എന്റെ ബാക്കിലാ നിക്കാറ്, അല്ലാണ്ട് എന്റെ മുന്നിൽ വന്ന് എന്നെ കാണൂലേ ഈ ഓരോ മണ്ട ചോദ്യങ്ങള്. അങ്ങനെയാണെങ്കിൽ ബേബി വിളി വിളിക്കുന്ന സമയത്തെ ഞാൻ ചെയ്യുന്ന ഈ കാണാത്തൊരു സാധനം കൂടെ ഉണ്ട്. ഞാൻ അറിയാത്ത എന്ത് സാധനാണ്? ഇവളെപ്പോ വർത്താനം പറയുമ്പോ ഞാൻ അവളെ പിന്നാലെ ഉണ്ടായിനല്ലോ. ഈ കാര്യം മിസ്സായിട്ടാണോ എനിക്ക് ബേബി സെറ്റ് ആവാഞ്ഞ്? അതൊന്നും വേഗം പറയുന്നു ചേച്ചി, എന്നിട്ട് വേണമെങ്കിൽ അവളെ സെറ്റാക്കേ. ഇന്നോളെ കാണാൻ പറ്റുമോ? അവൾ ഇതുവഴി ഇടയ്ക്ക് വരുന്നതാണല്ലോ. ഈശ്വര, അപ്പുക്കുട്ട ദൂരെയൊന്നും വരരുതേ. അവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വർത്താനം നിർത്തൂലായി. വല്ലാത്തൊരു സൗര്യക്കേടായിക്കണം അവനെ കൊണ്ട്. അണ്ണേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്ത് കാര്യം ചോദിക്കാനുള്ളേ? പറയ്. അല്ല അണ്ണേട്ടാ, നിങ്ങൾ എന്ത് നമ്മൾ റിലേഷനിലാണോ? റിലേഷനിലാണോ ചോദിച്ചാ എന്താ ഇപ്പൊ കാര്യം? എന്താ? ഞാൻ വെറുതെ അറിയാമല്ലോ ചോദിച്ചാ. നല്ല റിലേഷൻ ഇപ്പൊ എപ്പോഴും ബെറ്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലാതൊന്നല്ല. അതൊക്കെ ശരിക്കും വട്ടാണോ കണ്ണേട്ടാ? ലൈഫിലൊക്കെ ഫോക്കസ്ഡ് ആയ ആളല്ലേ, എന്തിനാണ് പെണ്ണുങ്ങളെ പുറകൊക്കെ പോണേ? അതിന് ഞാൻ ഓളെ പുറകെ പോയതല്ല, ഓള് എൻ്റെ പുറകെ വന്നതാ. അല്ല ഞാൻ പോകുന്നൊക്കെ പോകുന്നുണ്ടോ? ആരെ പുറകെ പോയാലും ലക്ഷ്യങ്ങൾ വിട്ടൊരു കളിയില്ല. അതാണ് ഞാനൊക്കെ അങ്ങനെ വെച്ചത്. ഞാനും അങ്ങനെ തന്നെയാ പഠിച്ചത്. പിന്നെ ഓളെ തലയാട്ടലും കണ്ണെടുക്കലും കണ്ടപ്പോൾ വീണ് പോയതാ. അല്ല, ഈ അപ്പുക്കുട്ടനെ തമ്മിൽ എന്തോന്നുണ്ടല്ലോ, ഞാൻ അറിയില്ല വിചാരിക്കണ്ട. അതിന് സംഭവം എന്താ? പറയും. ഞാനും ഓന് തമ്മിൽ ഒരിടപാടില്ല. അവൻ വെറുതെ ബേബി ബേബി വിളിച്ച് പുറകെ അടുക്കണതാ. ഞാനൊന്നും ചെയ്യണില്ല. ബേബി എന്താ അടുക്കണ? ഇങ്ങോട്ട് വാ. ഓൻ എന്ത് വിളിച്ചെന്ന് പറഞ്ഞേ? ബേബി ബേബി ബേബിന്ന് ബേബി ബേബി ബേബി. ഓളും അങ്ങനെ തന്നെ വിളിച്ച ബേബിന്ന്. നിന്നിങ്ങനെ തലയാട്ടലു അതല്ലേ? അതന്നെ. ഓള് വേറെന്താ എന്നെ വിളിക്കലുണ്ടോ? അന്നെയോ? ബഹുമാനൊക്കെ പോയോ കുട്ടാ? നിങ്ങൾ അത് വിടി. ഓളെന്താ നിങ്ങളെ വേറെ വിളിക്കല്? ബേബിന്ന് മാത്രമേ വിളിക്കുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്. അതെന്ത്? അത് വേറൊന്നല്ല അപ്പുക്കുട്ടാ, ബേബി പ്ലസ് തലയാട്ടൽ പ്ലസ് തൈച്ചടി. ഇത് മൂന്നും കൂടെ അപ്പുക്കുട്ടാ അയാളെ മുഖത്തേക്ക് നോക്കി കറക്റ്റ് ടൈമിൽ കറക്റ്റ് എക്സ്പ്രഷനിൽ 100% കോൺഫിഡൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഫ്ലാറ്റാ. പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ. ലൈഫ് അങ്ങനെയല്ലേ, ജോലിയായി അവന്റെ പിന്നാലെ നടന്ന് ജീവിക്കാം. ഓ, എന്താ ഒരു ഫീലിംഗ്. ഐ ബിലീവ് ഇൻ മൈസെൽഫ് ടിൽ മൈ ലാസ്റ്റ് ഡേ. ഐ വിൽ ബി ലവിങ് യു ബേബി. ഓ, ഈ ഇംഗ്ലീഷ് ഒക്കെ എവിടുന്നാന്ന് വരുന്നത് എനിക്ക് പോലും അറിയുന്നില്ല. അടുത്ത തവണ ഞാൻ ചെയ്യുമ്പോ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ശരിയാവും, ഉറപ്പാ. ലൈഫിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല.
എൻ്റെ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു എപ്പോഴും ലൈഫിൽ. വീഡിയോ എടുത്തും ഫോട്ടോ ഒക്കെ എടുത്തും ഞാൻ അങ്ങനെയാണ് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തിയിരുന്നത്. പലരും പല രീതിയിലാണ് അവരെ ഹാപ്പിനെസ് കണ്ടെത്താറ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മളെ പാറും അപ്പുക്കുട്ടനും കണ്ണനും ഇന്ദുമോളും ഒക്കെ ലൈഫിൽ പോകുന്നത്. സ്വന്തമായിട്ട് ഡ്രീംസും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും മിസ് ചെയ്യുന്നത് നമ്മളെ നല്ല നല്ല മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനാണ്. ലൈഫിലെ നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് നീങ്ങുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഇഷ്ടം. എടാ എന്നോടൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്ത് കാര്യം പറയും? എടാ അത് വേറൊന്നുമല്ല, ഞാൻ നാളെ രാവിലെ പോകും കേട്ടോ. വേണമെങ്കിൽ എന്നെ കൊണ്ടാക്കി തരാൻ വന്ന കുഴപ്പമൊന്നുമില്ല. അത് മിക്കവാറും കഴിയലുണ്ടാവില്ല, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എന്താ ചെയ്യുക? ചപ്പോ ഒരു പഠിപ്പിനെ പ്രണയിച്ചുള്ള അവസ്ഥയെ. അല്ല ഞാനൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഇല്ലാത്ത ദിവസം പോവാ, നിനക്ക് യാത്ര അയക്കാലോ. അങ്ങനെയാണെങ്കിൽ 2 ലൈൻ പോയാൽ മതിയോ? അപ്പോഴേ ഇതിൻ്റെ ഇത് എക്സാം കഴിയും, ഫ്രീ ആവും ഞാൻ. ബട്ട് ബേബി ഞാൻ നാളെ രാവിലെ പോയിക്കോളാം. ഈ പഠിച്ചോ, ഞാൻ ഒരു ബുദ്ധിമുട്ടും ആക്കൂല. അതിനെ നല്ലേ, ഈ വേഗം വിട്ടോ. ഞാൻ രാവിലെ എണീറ്റ് വണ്ടി എടുത്ത് അതിൻ്റെ ഇടയിൽ പഠിക്കാനുണ്ടാവും സ്പെഷ്യൽ ക്ലാസ്. അവലെ ഈ വിട്ടോ, പഠിച്ച് വലിയ ആളായി വാ. അല്ല എന്താ ബേബി അങ്ങനെ ഒരു വർത്താനോ? അങ്ങനെ മിസ് ചെയ്യൂലേ? ഒക്കെ പഠിക്കാൻ എന്താ ഡൗട്ട് ഉണ്ട് എന്നെ വിളിച്ചോണ്ടേ, ഞാൻ പറഞ്ഞുതരും. ഗൂഗിളൊക്കെ അല്ലേ സെർച്ച് ചെയ്യേ. വേണ്ട മോളെ, നാളെ എഴുതി തന്നില്ലേ, അതിൽ പകുതിയും തെറ്റാ. ഞാൻ പിന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാൻ തന്നെ 2-3 ദിവസം എടുത്ത്. ഉപദ്രവിക്കരുത്, എങ്ങനെ പഠിച്ചു പോയിക്കോളാം. ബട്ട് ബേബി ഐ വിൽ മിസ് യു. ഉച്ചയാണ്ട് നല്ല വെയിലുണ്ടല്ലേ? ഉച്ചയാകുമ്പോ പിന്നെ വെയിലല്ല തണുപ്പുണ്ടാവല്. മഴ പെയ്യുമ്പോ ഉച്ചക്ക് വെയിലല്ലേ ഉണ്ടാവല്? എനിക്കറിയില്ലേ കേട്ടോ. ബേബി ഓരോ റിലേഷൻഷിപ്പ് നോക്ക്, അതേപോലെ അവൻ്റെ എമ്പളെ റിലേഷൻഷിപ്പും ഓരങ്ങനെ എനിക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ല കേട്ടോ ചോട്ടാപ്പിയെ. റിലേഷൻഷിപ്പ് പറയണ അങ്ങനെ കുട്ടികളിയല്ല. ചെറുപ്പത്തിലെ റിലേഷൻഷിപ്പ് ഒന്നല്ല വേണ്ടേ, പഠിത്തത്തിൽ ഫോക്കസ് ആവാണ്ട്. എനിക്ക് ചിലപ്പോൾ ലക്ഷ്യബോധവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഉച്ചയ്ക്കുണ്ട്. എനിക്കിങ്ങനെ ഏത് നേരം ബേബി വിളിച്ച് പുറങ്ങി നടന്നാൽ മതിയല്ലോ. ഈ ബെല്ലും കേക്കുണ്ടോ? എനിക്കിത് വേണോ? വല്ലാത്തൊരു ചങ്ങായി തന്നെ. ഇതാണ് ഞാൻ എന്നെ പറ്റി പറഞ്ഞ എനിക്കൊരു വിവരവും ഇല്ല. മെച്ചൂരിറ്റിയിലൊക്കെ എന്തിരിക്കുന്നു ബേബി? ലൈഫ് എൻജോയ് ചെയ്യാനുള്ളല്ലേ. ഇങ്ങനത്തെ പൊട്ടാടികളിൽ നിങ്ങൾ ചിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ താല്പര്യമില്ല. ബേബി ലവ് യു ബേബി. അരിയൊക്കെ വാങ്ങി വേഗം വരണം. അരിയിൽ നന്ദുട്ടാനുള്ള ദാഗരി മുത്തശ്ശി തുടങ്ങുമ്പോഴേക്ക് എത്തണം. മഴക്കാലായോണ്ട് എന്തൊക്കെ കാഴ്ചകളാ കാണാനുള്ളത്. ഓ ഇത് നോക്കി നിന്നിട്ട് സമയം പോയല്ലോ. ഞാൻ വേറെ റേഷൻ വീഡിയോ പൊട്ടെ. എന്താ പാട്ട് പോയേ? എന്താ ഒളിച്ചിക്കണ ചോട്ടാപ്പിയെ? അത് എൻ്റെ ഒരു സാധനം വീണോയി, അതുകൊണ്ട് നോക്കുക. അത് നോക്കിന എന്തേ ഇങ്ങനെ നാണിച്ചളിക്കണേ? അതൊന്നുമില്ല ബേബി, വലിയ സഞ്ചയാണ്ട് തോന്നുക. ഞാൻ സഞ്ചി മാറ്റി ഒന്ന് കാണാനാ. അത് വേണോ ബേബി? അത് വേണം ബേബി. ഈ എങ്ങോട്ടാ പോണേ? സഞ്ചൊക്കെ എടുത്ത് പോണ കണ്ടിട്ട് എങ്ങോട്ടാ പോണെന്നാ തോന്നുന്നേ. ഈ സഞ്ചി കൊണ്ട് ഏടൊക്കെ പോലുണ്ട്, ആ കിക്കറിയട്ടാ പോണേ. സഞ്ചൊക്കെ എടുത്ത് കുട്ടികളെ പിടിക്കാൻ പോവുക, അല്ലാണ്ട് ഇപ്പൊ എന്താ? ഈ ആദ്യം സഞ്ചി ഒന്ന് മാറ്റി എന്നിട്ട് തീരുമാനിക്കുക ബാക്കി. ഈ പൊക്കൊക്കെ വേറെ കുറച്ച് പണിയുണ്ട്. എന്താ ചോട്ടാപ്പി ഉടുത്തേ? പൊത്തി പൊത്തി പോണേ? എന്താ പൊത്തി പൊത്തി പോണേ? എന്താ ഒന്നും ഉടുത്തില്ല? ഉടുക്കണ്ടൊക്കെ ഉടുത്തുണ്ട്. ഈ ഇപ്പൊ അങ്ങോട്ട് പോയിക്കോ. എന്താ ഉടുത്തെന്ന് അറിയണല്ലോ, അല്ലാണ്ടോ അങ്ങനെ പൊത്തി പിടിക്കും. ഇത്രയും വലിയ സഞ്ചിയും എന്തോ രഹസ്യമുണ്ട്, അഗാധം എന്തോ രഹസ്യമുണ്ട്. എന്തോ ഒളിപ്പിക്കണുണ്ടാവും സഞ്ചിയിൽ. എന്തോ വലിയ എന്തോ ഒളിപ്പിച്ചാണ് കൊണ്ടോണേ. ഇക്കടെ ചോട്ടാപ്പിയാടെ എന്താ സഞ്ചിയിൽ ഒളിപ്പിക്കുന്നതൊക്കെ കാണണം. ഒന്നില്ല ഈ പൊക്കോ. പൊക്കടി അങ്ങോട്ട്, പിന്നാലെ വരണ്ടേ. നിക്കളടിക്കാൻ സഞ്ചി നോറ്റ് എന്തൊക്കെ കാണണം? ഞാൻ പാൻറ്റും ഷർട്ടും കോട്ടും തൊപ്പിയും ഒക്കെ ഇട്ട് വരുമ്പോ ഒക്കെ നോക്കാൻ നേരല്ല. കണ്ടില്ലേ, സന്തോഷായില്ലേ? എന്നാ സഞ്ചി എന്നിട്ട് പൊക്കോ. ഇതിനപ്പോ എനിക്കറിയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്കറിയാലോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. അതെ, എപ്പോഴത്തെയും പോലെ ഞാൻ എൻ്റെ കുട്ടി ബേബീസിനെ കാണാൻ പോവാ. ഷോ ആൾത്തറയിൽ പോയി നോക്കിയപ്പോൾ ഓളാടല്ല. അപ്പോൾ ഈ വരിയിൽ തന്നെ ഓളുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ബട്ട് ഞാൻ ഈ പ്രാവശ്യം പോകുന്നത് ബേബി നിൽക്കുന്ന വേറൊരു സ്പോട്ടിലേക്കാണ്. ഓ മൈ ബേബി, ഓ മൈ ബേബി, ഓ മൈ ബേബി. എപ്പോഴും ചവിട്ടുന്ന സൈക്കിളും ബേബിയും ഇല്ലാതെ എൻ്റെ ലൈഫ് ഫില്ലാവില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് ബേബി എന്നെ മനസ്സിലാക്കുന്നില്ല.
ബേബി ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ. ബേബീൻ്റെ പിന്നാലെ നടന്ന് കുറേ കാലായി. എപ്പോഴെങ്കിലും ഓള് ഒന്ന് ഇഷ്ടമാണെന്ന് പറയാൻ കാത്തിക്കുക ഞാൻ. എല്ലാ ദിവസവും സൈക്കിള് ചവിട്ടി ബേബീൻ്റെ അടുത്തേക്ക് പോയിട്ട് സൈക്കിളിൻ്റെ ടയറ് തേയാനായിട്ടുണ്ട്. ഇന്ന് ഞാൻ സൈക്കിളും ചവിട്ടി അവിടെ എത്തുമ്പോഴേ ഞാൻ കുഴങ്ങി പോകുന്നാ തോന്നുന്നത്. കാരണം കുറേ ദൂരം പോവാണ്ട് ബേബി നിൽക്കുന്ന സ്ഥലത്തെത്താൻ. നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ ദൂരൊന്നും അറിയില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എത്ര ചവിട്ടിയാലും കുഴങ്ങൂല. കാരണം ബേബീനെ കാണാൻ പോവല്ലേ. ഓ മൈ ബേബി. വീട്ടിൽ നിന്ന് ബേബീൻ്റെ അടുത്തേക്കുള്ളൊരു യാത്ര, ഹോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ കാണുന്ന ബേബി, ആ സ്വീറ്റ് ആയിട്ടുള്ള ചിരിയും ആ നോട്ടവും, അതൊന്നും അല്ലാത്തപ്പോഴും ഒക്കെ ബേബിനെ കാണാൻ രസാട്ടോ. ചിലപ്പോൾ ആ ദേഷ്യത്തോടുള്ള നോട്ടവും ആ പൊട്ടം കളിയും. എൻ്റെ പൊന്നെ, ഞാൻ എത്ര നേരം ഇത് സൈക്കിൾ ഓട്ടുന്നത് നിന്നെങ്ങാനും എത്തുമോ? ഇത് ഇവിടെ എന്തിനാ ആടെ പോയി കിടക്കുന്നേ? ഓർക്ക് ഇവിടെ എടുത്തെടെങ്കിലും ആയ പോയി. ഇന്നൊക്കെ പോകുമ്പോൾ വീടൊക്കെ കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. എന്നെങ്കിലും ഒന്ന് സെറ്റായതേനു. ഓ മൈ ബേബി ബേബി ബേബി, യു ആർ മൈ സ്വീറ്റി സ്വീറ്റി സ്വീറ്റി. ഓ, ഓൾമോസ്റ്റ് ലൊക്കേഷൻ എത്തി. സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഓളെടുത്തേ പോണം. ഓളുണ്ടാവും ആ പാലത്തിന് നടുവൂല് നിൽക്കുന്നു. ഇനി ഫുൾ ഓൺ ആവണം. ബേബി എങ്ങനെ എവിടെ എത്തിയേ? ഇത്ര ദൂരം ഞാൻ സൈക്കിളിലാവുന്നേ. ഇനി നമുക്ക് ഒരുമിച്ച് നടക്കാലോ. മോന് 2 കാലില്ലേ? അത് വെച്ച് നടന്നാ മതിട്ടോ. പാലത്തിന് നല്ല ഇളക്കണ്ടെന്ന് തോന്നുക. ഇപ്പൊ വീഴൂ. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പോവാൻ നോക്കുകയാണ്. ഈശ്വര, പാലപ്പ് പൊട്ടി വീഴുവോ? ബേബി എന്തിനാ പേടിക്കുന്നത്? ബേബിനൂടെ ഞാനില്ലേ. ബേബിന്റെ കൂടെ ധൈര്യമായിട്ട് നടന്നോ. ഞാൻ ബേബിനെ പാലത്തിന്റെ അപ്പുറം വരെ എത്തിച്ചേരാം. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ കൂടെ പോരും, എന്നാ ഞാൻ പിടിച്ചോളാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ധൈര്യത്തിന് പോരല്ലേ ഞാൻ. അതെന്താ അങ്ങനെ ഒരു വർത്താനോ? എനിക്ക് പേടി ആയോണ്ടാണല്ലോ ഞാൻ ഓളെ കൈ പിടിച്ചത്. അതിപ്പോ ഓളോട് എങ്ങനെയാ പറയാ? ഓ, പിന്നെ ധൈര്യം പകരാൻ പറ്റിയൊരു സാധനം. ധൈര്യത്തിന് വലുപ്പം ചെറുപ്പൊന്നുമില്ല. എനിക്ക് പേടിയുണ്ടെന്ന് എനിക്ക് എങ്ങനെയാ മനസ്സിലാവാ? ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് ബേബി. ഇങ്ങനെ ബേബി ബേബി വിളിച്ച് വെറുപ്പിക്കല്ലേ. ബേബി മാറ്റി സ്വീറ്റി ആക്കി. സോ അലകൻ, സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ ടോപ്പാക്കി. എന്നിട്ടും ബേബി, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് ബേബി? പിന്നെ ടോപ്പാക്കാൻ വേണ്ടി ബേബി ഒന്നും വിളിക്കണ്ട. പിന്നെ ബേബി വിളി തീരെ രസമല്ല. രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്നെ ബേബി എന്നാ വിളിക്കാൻ തോന്നി. അത് അത്ര രസമൊന്നുമില്ല. പിന്നെ അക്കരെ ആക്കിയില്ലേ? ഇനി മെല്ലെ വീട്ടിലേ പോ. അക്കരെ എത്തിയിട്ട് ഒരു സമൃദ്ധി കിട്ടുന്നില്ല. എന്നെ വീട്ടിലാക്കാതെ പോവായിട്ടൊരു സുഖം കിട്ടുന്നില്ല. ഞാൻ നിന്നെ വീട്ടിലാക്കി തരാം ബേബി. നിന്റെ കൂടെ ഞാനില്ലേ. വല്ലാത്തൊരു വയ്യാവേലിന്നെ. എന്താ കാണിക്കുക? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ബേബി പോവല്ലേ. ഞാൻ ഇവിടുന്ന് അക്കരെ വരെ ആക്കി തന്നെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കാണാനല്ലേ. എന്താ അങ്ങനെ ചെയ്യുന്നേ? എന്റെ പൊന്ന് ചോട്ടാപ്പി, വെറുപ്പിക്കലാണാവുന്നത്, വേറെ ഒന്നുമല്ല. ബേബിക്ക് എന്താ ഫീലിങ്സ് ഒന്നുമില്ലേ? മോനാദ്യം പറയാൻ പഠിക്കും, എന്നിട്ടല്ലേ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇപ്പൊ പഠിക്കാൻ മാത്രം ഉണ്ടോ? ഞാൻ ബയോളജി സ്മാർട്ടാ. സ്മാർട്ടാണ്, നന്നായി പോയി. അതിന് ഈ പ്രായത്തിൽ ബയോളജി ഇല്ലല്ലോ, സയൻസ് അല്ലല്ലോ. വിക്കിപീഡിയയും ഗൂഗിളും ഡിക്ഷണറിയും ഒക്കെ ഉണ്ടല്ലോ. ഡിക്ഷണറി സ്വതവേ ഉപയോഗിക്കൽ അർത്ഥം അറിയാനാണ്. എന്താ രാവിലെ മുതൽ വായിച്ചു പഠിക്കലായി? ഞാനൊരു പണ്ഡിതനാണെന്ന് ബേബിക്ക് അറിയൂലേ? എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു കൗണ്ടർ. ഇത് കൊറേ നടക്കാണ്ടാവൂ. ഞാൻ നടന്ന് കൊയങ്ങി. ഇതല്ലേ എൻ്റെ പൊന്ന് ചോട്ടാപ്പി, ഞാൻ ആദ്യം പറഞ്ഞേ പുറകെ നടക്കണ്ട, കുറേ ഉണ്ട് നടക്കാൻ. ഇതൊക്കെ ഒരു ദൂരാണ്. ബേബിന്റെ കൂടെ നടക്കാൻ ദൂരം തോന്നുന്നേ ഇല്ല. ഈ ചെറിയ വായിലെങ്ങനെ ഇത്രയും വലിയ വർത്താനം വരുന്നത് ഞാൻ നോക്കുന്നത്. ഇതൊക്കെ മോൻ എവിടുന്നാ പഠിക്കുന്നേ? എന്റെ ചേച്ചി സ്മാർട്ടായിരുന്നു, അതുകൊണ്ട് ഞാനും സ്മാർട്ടാ. ടിൽ മൈ ലാസ്റ്റ് ഡേ ഐ വിൽ ബി ലവിങ് യു ബേബി. ചെക്കൻ്റെ ഓരോരോ എഫക്റ്റ്. സ്മാർട്ടല്ല, ഓവർ സ്മാർട്ട്. എന്തേ ചോട്ടാപ്പി പോരുന്നില്ലേ? ഒന്ന് ബേബിന്റെ കൂടെ അവിടം വരെ വരുവോ? അതിപ്പോ എന്തിനാ ഞാൻ ഇനി ആടെ വരെ വരുന്നേ? ബേബി, എനിക്ക് തൂക്കുപാലൊക്കെ പേടിയാ. പേടിയാണ് എന്നെ ഇവിടെ വരെ ഇറക്കി തരാൻ പറഞ്ഞേനിയോ? എനിക്ക് ഒറ്റയ്ക്കായിട്ട് പോയാൽ പോരേനിയോ? എനിക്ക് ഇങ്ങോട്ട് പോകണം, അമ്മയെ കാണണം.
ബേബിയോട് നിർത്തി കഴിഞ്ഞാൽ ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാം. ഇനി മുതൽ ഇന്നെ ചേച്ചീനെ പോലെ കാണണം. ഇത് അമ്മേനെ കാണണമെങ്കിൽ തൂക്കുപോലെ പേടിയാ. ഞാൻ പേടിയായിട്ട് നിൽക്കുമ്പോ ഈ എന്തിനാ അതിന്റെ ഇടയിൽ കൂടെ എന്നെ പേടിപ്പിക്കുന്നേ? അതിന് പേടിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ബേബി വിളി നിർത്താനല്ലേ അറിഞ്ഞുള്ളൂ. ബേബി വിളിക്ക് നിർത്താൻ പറ്റൂല ബേബി. എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ആ തൂക്കപാലം കടത്തിച്ചതാ ബേബി. പറഞ്ഞപ്പോൾ എൻ്റെ ബേബി വിളി കൂടുകയാണത്. ഞാൻ എന്നെ കൊണ്ടാക്കി തരൂല. ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ നോക്കുക. പണ്ടാര കുരിപ്പ് അവൻ്റെ ഒപ്പം നടക്കാൻ വേണ്ടി ഓർമ്മണ്ടാവുക. ചേച്ചി പ്ലീസ് ചേച്ചി 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 പ്ലീസ് ചേച്ചി എന്നെ ഒന്ന് അക്കരയാക്കിത്തോ. പ്ലീസ് ചേച്ചി എന്നെ ഒന്ന് അക്കരയാക്കിത്തോ. പ്ലീസ് ചേച്ചി പ്ലീസ് ചേച്ചി പ്ലീസ് ചേച്ചി എന്നെ ഒന്ന് അക്കരയാക്കിത്തോ ചേച്ചി പ്ലീസ് ചേച്ചി. ഞാനൊന്ന് കൈ വിട്. ചാൻസ് കിട്ടുമ്പോൾ കെട്ടി പിടിച്ചാളല്ലേ. ചേച്ചി ഞാൻ പേടിയാ ഇപ്പൊ കെട്ടി പിടിച്ചോയാ. ഇടായി തരാം. ഓ എൻ്റെ ഒരു ആഗ്രഹം ഇനി ബേബിന്റെ കയ്യും പിടിച്ച് പോവാന്നുള്ളത് ഇപ്പൊ സാധിച്ചു കിട്ടി. എന്തായാലും കുറച്ച് പേടിയൊക്കെ ലൈഫിലുള്ളത് നല്ലതാന്ന് ഇപ്പോഴാ മനസ്സിലായി. എൻ്റെ ബേബി നിന്റെ കൂടെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീൽ തന്നെയാ. ഓ മൈ ബേബി. ഇനി ഈ പാലൊക്കെ കയറി വലിയ ചോർക്കാൻ നിൽക്കണ്ട. എനിക്ക് ബേബിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഈ പാലൊക്കെ മുറിച്ച് കളന്ന് ബേബിൻ്റെ അടുത്ത് വന്നത്. ഇയാളെന്ന് ബേബി വിളി നിർത്തി നല്ല പറഞ്ഞ് അത് ചേച്ചി നല്ല വിളിച്ച് ഇയാൾ ഇവിടുന്ന് വിളിച്ചാൽ കേട്ടോ. അയ്യോ ചേച്ചി ആ ഫ്ലോയിലങ്ങ് വന്നു പോയതാ. എല്ലാ സൈക്കിളും എടുത്ത് ഇവിടെ നോക്ക്. ചേച്ചി ഇവിടെ നോക്കി നിൽക്കട്ടോ. താങ്ക് യു ചേച്ചി. ഞാൻ പോകുന്നവരെ നോക്കിക്കണേ. ഞാൻ നോക്കിക്കാം. വേഗം വണ്ടി വിടാൻ നോക്കട്ടോ. ബേബി still I love you. ഈ ഒറ്റയ്ക്കിനായിട്ട് പോയാൽ ഞാൻ പോകും എൻ്റെ വീട്ടിലേക്ക്. അത് കുഴപ്പമില്ല. ഇനി എൻ്റെ ആവശ്യമില്ല. ഞാൻ ഒറ്റ പോയിക്കോളാം. ഇതെന്താ നന്ദുപാപ്പ നടക്കുന്നത്? എന്താ ഇവിടെ? എന്താ ഇവിടെ? എന്താ മിണ്ടല്ലേ എനിക്കൊന്നു? വാ സൈക്കിൾ ഓടിക്കോ. എന്താ വായലെന്താ അപ്പോ? ഈടെ പോയതാ? ഈടെ പോയതാ നീ? എങ്ങോട്ട് പോയില്ലേ? പിന്നെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തെത്തി? വെറുതെ ഇങ്ങനെ സൈക്കിൾ ഓടിക്കേനി. വെറുതെ സൈക്കിൾ ഓടി ഇത്ര ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം പറയ്. എന്താ പതുങ്ങുന്നേ? ഇതെന്താ നന്ദുപാപ്പ ഇങ്ങനെ വേർക്കുന്നേ? വേർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെ കാരണങ്ങളാ? കാരണങ്ങൾ കുറേ ഉണ്ടാവും. എല്ലാ കാരണം എന്നോട് പറയണമെന്നുണ്ടോ? ഞാൻ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കേനി. എന്നെപ്പോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നാതിക്ക്. അത് കുഴപ്പമില്ല. എന്നാലും എന്തെങ്കിലും ഒരു കാരണം. എന്ത്? എടാ ഫോട്ടോ എടുക്കുമ്പോൾ ഓടിയാണെന്ന് ഫോട്ടോ എടുക്കേനി, വീഡിയോ എടുക്കേനി, പിന്നെ വേർക്കാക്കൂ. അല്ല ഈ വന്നതിൻ്റെ കാരണം ഒന്ന് പറയും. ഇതൊന്നുമില്ല. പിന്നെ ഈ ബബ്ബാന്ന് പറയണ്ട. എൻ്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി പോണേ. ഞാനത് എൻ്റെ വീട്ടിലൊന്ന് അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കേനി. അത് സാരല്ല. അത് വേണ്ടപ്പോ തൽക്കാലം. എന്ത് സാരല്ല? എന്ത് വേണ്ടാന്ന്? അപ്പു ചുറ്റിക്കളിയൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ടുള്ള ലക്ഷ്യബോധമൊക്കെ ഉണ്ടെങ്കിലോ നന്നാവുള്ളൂടോ. പഠിക്കണം എന്നില്ല. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്താലും മതി. മനസ്സിലാവുണ്ടോ എനിക്ക്? ഈ പഠിക്കലുണ്ടോ? കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. പഠിക്കാൻ എനിക്ക് സമയമില്ലാണല്ലോ കേട്ടെ. ഞാൻ ഫുൾ ടൈം പഠിക്കലാ നന്ദുപാപ്പ. എനിക്ക് എപ്പോഴോ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന. ഞാൻ മാത്സിലൊക്കെ ഭയങ്കര പുലിയാ. പുലിയാ? ആ ഞാൻ പഠിക്കല്ലേടോ. പക്ഷെ എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ശരിക്കും നന്ദുപാപ്പൻ എന്തിനാ അമ്പലപ്പറമ്പിലൊക്കെ പോകുന്നത്? എടാ സത്യം പറഞ്ഞാൽ ഞാൻ അമ്പലപ്പറമ്പിലൊക്കെ പോണേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനോ. അന്ന് പള്ളിയിൽ പോകുന്നോ? എടാ ഇങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാൻ വേണ്ടി പോകും. അല്ലാണ്ടപ്പം എന്ത്? അപ്പൊ ഒരു ദിവസം നന്ദുപാപ്പ കുറേ സ്ഥലത്ത് പോകും. ഒരു ദിവസം ഇതിപ്പോൾ എല്ലായിടത്തോട്ട് പോകാൻ ഞാൻ എന്താ മനുഷ്യനല്ലേ? ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. എനിക്ക് ഓരോ മണ്ട ചോദിക്കല്ലേ. അപ്പൂസിൻ്റെ ഹാപ്പി ആയിട്ടുള്ള ജേണിയും എൻ്റെ ജേണിയും അങ്ങനെ ലൈഫിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുക. ഈ ബേബീൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ റണ്ണാവുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്നും മടുക്കുന്നു അന്നേക്ക് ഈ ബേബീൻ്റെ സ്റ്റോറി നിർത്തുക എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട്. വേറെ വീട്ടിൽ കാണാം. ആസ് യൂഷ്വലി ഉള്ള അപ്പുക്കുട്ടൻ്റെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറെ എങ്ങോട്ടേക്ക് അയക്കില്ല, ഈ കൊടയും ചൂടി പോകുന്നു. എപ്പോഴും ഉള്ള പോലെ അവൻ്റെ ബേബീനെ കാണാനുള്ള അവൻ്റെ യാത്ര തന്നെയാണിത്. ഓരോ ദിവസവും അവൻ ബേബീനെ കാണാൻ പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസുമായിട്ടാണ് അവൻ പോകാറുള്ളത്. അയ്യോ ഞാൻ വെറുതെ കൊടയെടുത്ത് പോന്നു. ഷോ ഓള് ഇന്ത്യങ്ങാട്ടും നല്ല പ്രിപ്പയർഡാ. ഓള് റെയിൻകോട്ട് ഇട്ട സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇനി ഇന്ന് എന്തൊക്കെയാണാവോ അവൻ ബേബീൻ്റെ അടുത്ത് പറയാൻ പോണെന്ന്
നമുക്കെന്നെ കണ്ടറിയാം അവൻ്റെ ഓരോ തമാശകൾ. ബേബി ഇവിടെയും വന്നോ? എന്താ എന്റെ പ്രശ്നോ? ഞാൻ ബേബിനൊന്ന് കാണാലോ എന്ന് വിചാരിച്ചു വന്നല്ലേ. എന്റെ പിന്നാലെ ഇങ്ങനെ വരല്ലേ പ്ലീസ്, ഈ ഇങ്ങോട്ട് വരണ്ട. ഇത്രയും ദൂരം ഈ മഴയത്ത് ഞാൻ വന്നിട്ട് എന്തിനാ ബേബി എന്നോട് ഇങ്ങനെ പറയുന്നത്? ഇത് കേട്ടതൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇപ്പൊ ഇവിടെ വരെ വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ബേബി. മഴയത്ത് ബേബിന്റെ കൂടെ കൊടയും ചൂടി വരാനാ ഞാൻ അത്രയും ദൂരം അങ്ങോട്ട് വന്ന്. ഈ മഴയത്ത് കൊടയും കൊണ്ട് വരുന്നെനിക്ക് അറിയേനി, അതാ ഞാൻ ഇതിട്ട് ഇവിടെ കുത്തിരിക്കുന്നത്. ബേബി നമ്മളെ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. കുറെ കാലം ഇത് ഇങ്ങനെ കളിക്കുന്നു. കൊച്ചെറുക്കത്തൊന്നും സീരിയസ് ആക്കി എടുക്കാനില്ല. ഈ എന്റെ പാട് നോക്കി പോയിക്കോ. ബേബി ഇപ്പൊ എന്ത് നല്ല കാലാവസ്ഥയാ, നല്ല മഴ, ഇളം കാറ്റ്. ഈ മരത്തിന്റെ മുകളിൽ വെള്ളത്തുള്ളിയൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ. ഇരവഞ്ഞിപ്പുഴ അറബിക്കടലുള്ളാണെങ്കിൽ അപ്പുകൊണ്ണ് വേറെ സ്വന്താ. ഈ ഓവർ സിനിമ ഡയലോഗ് എടുക്കല്ലോ. ഞാനും കണ്ടതാ കുറെ സിനിമ. ഈ ആരോടാ കളിക്കുന്നത്? എന്റെ ബേബി സിനിമ ഡയലോഗാണ് ഇപ്പൊ എന്താ. ഞാനിങ്ങനെ പറയുമ്പോ എനിക്ക് എന്നോടൊരു തുള്ളി സ്നേഹം പോലും തോന്നുന്നില്ലല്ലോ. എന്താ ബേബി നിനക്കൊന്നും എന്നെ ഇഷ്ടപ്പെട്ടൂടെ? ഇഷ്ടം പോയിട്ടൊരു ഇഷ്ടം പോലും തോന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഇഷ്ടം. എന്റെ ബേബി നിന്ന് ഭയങ്ങി. ഇനി നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിക്കാം. ഞാൻ കുറെ നേരം ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഇരുന്ന് പോയി. അപ്പൊ ഞാൻ നിൽക്കട്ടോ. ഞാനിരിക്കുമ്പോ ഈ എന്തിനാ നിൽക്കുന്നത്? കുറച്ചേരം ഇരുന്ന് സംസാരിക്കാം. ഇരുന്നിട്ടുള്ള സംസാരം വേണ്ട, നിന്നിട്ടുള്ള സംസാരം വേണ്ട. ഞാൻ പോവാ. എന്റെ സ്വീറ്റി ഒന്ന് നിൽക്ക്, ഞാനും പറഞ്ഞ കൂടെ. എന്റെ പൊന്ന് ചോട്ടാപ്പി ഒന്ന് പോ, വെറുപ്പിക്കല്ലേ. ഈ മഴയത്ത് വെറുപ്പിക്കലൊന്നുമില്ല. അത് എന്ത് ലൈഫാ ബേബി. എന്റെ ലൈഫ് ഇങ്ങനെയാണ്. എന്റെ ലൈഫ് കോഞ്ഞാട്ടേക്ക്. ഇവിടെ ഫുള്ള് വെള്ളാ ബേബി. എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. എന്റെ മോനെ ആരെയും കൂടി ക്ഷണിച്ച മോൻ പോയിക്കോ. എനിക്ക് ബേബിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. കുറച്ചേരം സംസാരിച്ചൂടെ? എനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല. ഈ പോയിക്കോ. നിനക്ക് വൈകുന്നേരം ആകുമ്പോ ഒരു പണിയുമില്ലേ? എപ്പോഴും ഉണ്ടാവല്ലോ പുറത്ത്. എനിക്ക് എന്താ എന്റെ കാര്യം നോക്കണേ? എന്റെ കാര്യം നോക്കാൻ എന്റെ വീട്ടുകാരുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ടൈം വെറുതെ ഇരിക്കാൻ വന്നതാ. Oh my baby, you are so sweet. ഒന്ന് പോവോ? മതിയാക്ക്. ഇവിടെ മറ്റേ മുത്തശ്ശി ഉണ്ട് എന്നാ കേട്ട്. നമ്മൾ ഒരുമിച്ചിറങ്ങിയാൽ നമുക്ക് ചീത്ത കേൾക്കാണ്ട പോവാം. അത് ശരിയാ. നമുക്ക് പോവാ. ആ മുത്തശ്ശി എനിക്ക് ശരിക്കും അറിയോ? മുത്തശ്ശിനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് എന്നോട് വന്നപ്പോഴാണ് കണ്ടേ. ഞാൻ അമ്മാള് ഇവിടെ വയന്നു പോയതിന്റെ ശേഷം പിന്നെ എന്താ നടന്നത് എനിക്ക് അറിയൂല. രണ്ട് വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് ആ മുത്തശ്ശിനെ ഗേറ്റിന്റെ പുറത്താക്കി. ഗേറ്റ് അടച്ചു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേട്ട് ആ മുത്തശ്ശി ഭയങ്കര ഒരു ഭീകരയെന്നാ. അനക്കിയ കഥയൊക്കെ ആരാ പറഞ്ഞിരുന്നേ? ഞാനൊരു ബുക്കിൽ വായിച്ചേട്ടാ. ഇതേപോലെ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഇങ്ങനത്തെ ഭ്രാന്തായ മുത്തശ്ശികളുണ്ടാവലെന്ന്. അതേതാ പുസ്തകം? പുസ്തകത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത എന്നോട് ഞാൻ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ അത്ര ഒട്ടത്തിന്നല്ല. എനിക്ക് പുസ്തകത്തിന്റെ പേരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എന്നാ ആ പുസ്തകത്തിന്റെ പേര് കേട്ടോ, ഫെയറി ടെയിൽ. ഫെയറി ടെയിൽ. ഇത് പറയുക എന്തിനാ എത്ര ഹൈപ്പ് എടുക്കണത്? സാധാ പോലെയായിട്ട് പറഞ്ഞാൽ പോലെ. ഞാനും ഇത് കുറെ വായിച്ചതാ. നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇതിന്റെ കുറേ പുസ്തകം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിലൊന്നും അങ്ങനെയല്ലല്ലോ കഥ. ഈ വായിച്ച പുസ്തകത്തിൽ മാത്രം എങ്ങനെ കഥ? അത് വേ ഇത് റേ. ഈ മാമ എല്ലാം വീട്ടിൽ പോയിക്കോട്ടോ. ഞാൻ എൻ്റെ വീട്ടിലും പോവാ. ബേബി ഈ പ്രാവശ്യം ഞാൻ ബേബിനെ വീട്ടിലേക്ക് ആക്കി തരാം. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ കൊണ്ടായി തന്നില്ലേ, അതെന്നെ മതിയേ. അതൊക്കെ എൻ്റെ ആക്ടിങ് അല്ലേ ബേബി. ഈ പ്രാവശ്യം ഞാൻ ശരിക്കലും ആക്കി തരാം. ആക്ടിങ് ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒന്ന് പോയി തരുമോ? സമാധാനത്തിന് വേണ്ടിയിട്ടാ. അതാണ് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങുന്നത്. ബേബി എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറയുമോ? എന്നാ ഞാൻ പോയിക്കോളാം. എനിക്ക് അന്നെ ഇഷ്ടമല്ല. എന്നോടൊന്ന് വെറുപ്പിക്കാതെ പോവോ? എത്ര തവണയായി പറയുന്നത്? ബേബി ഒന്ന് നിൽക്ക്. ഞാനൊന്ന് വീട്ടിൽ പോട്ടെ. ഇപ്പം തന്നെ വൈകി. ഇങ്ങനെ പോവാണ് എൻ്റെ പിന്നാലെ ഞാൻ തീരെ വരില്ല. സത്യമായിട്ട് പറയുക. ഹാവ് സമാധാനായി. കഴിഞ്ഞില്ലേ? ഡയലോഗ് കഴിഞ്ഞില്ലേ? ഈ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. നോക്കി പറയും. പേടിപ്പിക്കലേ ഈ ഒന്ന് മര്യാദ നിൽക്കുമോ? ആദ്യം എൻ്റെ പൊട്ടങ്ങളി കൊണ്ട് പോവും. ഒന്ന് മെച്ചേർഡാകും. എന്നിട്ട് ഞാൻ എൻ്റെ ഒപ്പം വരാം കേട്ടോ. പൊട്ടങ്ങളി, മെച്ചൂരിറ്റി, പോവൽ എന്നിവയൊന്നും എൻ്റെ ഡിക്ഷണറി ഇല്ല. എന്നാലേ
അതും കൂടെ എഴുതി ചേർത്തോ, അതാ നല്ല കേട്ടോ. ഈ പറയാൻ വന്ന കാര്യം ഒന്ന് പറയോ, എന്നിട്ട് വേണമെനിക്ക് പോവാൻ. എനിക്ക് എൻ്റെ മുഖം കണ്ടിട്ടേ എനിക്ക് വേറെ കുട്ടി സെറ്റ് ആവൂലെന്ന് തോന്നുന്നുണ്ടോ? അതിന് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ഈ അല്ലേ മൊത്തം ഉണ്ടാക്കണേ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇഷ്ടംപോലെ കുട്ടികൾ എൻ്റെ പിന്നാലെ ക്യൂവാ. ഞാൻ ആ ക്യൂ ഉള്ളവരൊക്കെ ഒഴിവാക്കി എൻ്റെ പിന്നാലെ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ പഠിത്തവും സൗന്ദര്യവും ഒന്നും എനിക്ക് മാറ്ററല്ല. ഇനി ഫിനാൻഷ്യലി എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ അതൊന്നും കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളല്ല. പിന്നെ എന്ത് കണ്ടാമോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ എന്നെ കളിയാക്കല്ലേ. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ കാരണം എനിക്ക് അറിയൂല. എന്തോ ആദ്യം കണ്ട ഇഷ്ടം കൊണ്ടാണ് ഞാൻ എൻ്റെ പിന്നാലെ വരുന്നത്. അതൊക്കെ പോവും, ഞാൻ ഒരു ദിവസം വലിയ നിലയിലെത്തും. അന്നപ്പോ വെറുതെ എനിക്ക് മിസ്സാക്കിന്ന് തോന്നരുത്. ഇഷ്ടാണെങ്കിൽ ഇപ്പം പറഞ്ഞോ. എന്നെ ഇഷ്ടമല്ല, ഈ പോയിക്കോ. ഇതൊന്ന് ബോഡിയാണ്, നിനക്ക് എന്നെ ഒന്നും വേണ്ട. ബൈ, ഞാൻ പോവുക. പിണങ്ങിപ്പോയ അപ്പുക്കുട്ടൻ ഇനി ബേബീൻ്റെ അടുത്ത് വരില്ലേ? അവന് ശരിക്കും വിഷമായി കാണുക. മിക്കവാറും ഇനി ബേബിക്കത് ഉണ്ടാവില്ല. ബേബി ഇല്ലായിട്ട് എന്തോ പോലെ ആവുന്നുണ്ട്. ഇനി പോള പുറകെ ഒന്നും പോണ്ട. പുതിയൊരു ജീവിതം തുടങ്ങാൻ സമയമായി. ഓളില്ലായിട്ട് മൈൻഡൊക്കെ എന്തോ പോലെ ആവുന്നു. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി പോരാ. നന്ദുപാപ്പൻ ആടെ എവിടെയെങ്കിലും ഉണ്ടാവില്ലേ? ഓന് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്തായാലും അങ്ങോട്ടേ പോയോക്കാം. എൻ്റെ എന്തു ചേച്ചി ഇപ്പം എൻ്റെ കൂടെ അല്ലല്ലോ. ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യവും ചേച്ചിനോട് പറയേനി. നമുക്ക് പോവാൻ കണ്ടെടുക്കാലോ. നന്ദുപാപ്പൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നാ തോന്നുന്നത്. എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ട് അങ്ങനെയാ മനസ്സിലായേ. ഇനി അഥവാ അപ്പം നന്ദുപാപ്പൻ അറിയൂലെങ്കിൽ ഓന്നെ ചീത്ത പറയുമോ? ആ ഒന്നും ഉണ്ടാവൂല. എൻ്റെ മുമ്പ് നന്ദുപാപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നന്ദുപാപ്പൻ അറിയുന്നത് പോലെയാ സംസാരിച്ച്. എന്താണ് പാറു ചേച്ചീൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് നന്ദുപാപ്പൻ എന്നോട് മുന്നേ ദിവസം ചോദിച്ചതല്ലേ. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂലേക്കില്ലേ? നന്ദുപാപ്പൻ്റെ കൂടെ നിന്ന് എൻ്റെ സങ്കടങ്ങളൊക്കെ കേൾക്കില്ലേ? ഇന്ദു ചേച്ചിനെനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇന്ദു ചേച്ചി എന്നാ ഇനി വരിക? ഈ ഫോട്ടോ എടുക്കുക. എന്തേ പോന്നേ? വിട്ടുന്നോ? എന്തേ പോന്നേ? വെറുതെ ബോറടിച്ച് കുത്തി പോന്നാ. ഈ ബോറടിക്കുമ്പോൾ അങ്ങനെ വരുന്നല്ലോ. ഒന്നുമില്ല നന്ദുപാപ്പ, വീട്ടിലിരുന്നപ്പോ ഇങ്ങനെ ചടപ്പായി, അതുകൊണ്ട് വന്നതാ. അങ്ങനെ ഈ സ്വതവേ ഈവനിങ് ആകുമ്പോൾ ഇറങ്ങല്ലോ. അതും ബോറടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക്, വേറെ എങ്ങോട്ടേക്കാണല്ലോ പോലെ. ഇപ്പം എന്താ ഇങ്ങോട്ട് പോന്നേ? ഒന്നുമില്ല നന്ദുപാപ്പ, ഞാനെല്ലാം നിർത്തി. എന്തെല്ലാം നിർത്തിന്നാ പറഞ്ഞേ? അക്കെന്താ പറ്റിയ അപ്പുക്കുട്ടാ? നന്ദുപാപ്പ, എനിക്ക് നന്ദുപാപ്പനോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട്. എന്താടാ പറയ്, എന്താ പ്രശ്നം? നന്ദുപാപ്പ, എനിക്ക് പാറു ചേച്ചിനെ ഒരുപാട് ഇഷ്ടമായി. ഓളിപ്പം എന്നോട് പിന്നാലെ വരണ്ടെന്നാ പറയുന്നത്. എന്താ അറിയില്ല, ഓക്ക് എന്നോട് ഭയങ്കര വെറുപ്പാ. എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് അപ്പോഴേ ഒരു സംശയം തോന്നിയിട്ടുണ്ടേന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. വാ നമുക്ക് നടക്കാം, കുറച്ച് സംസാരിക്കാം. വാ അപ്പുക്കുട്ടാ, ലൈഫിൽ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ചെറുതല്ലേ, പിന്നെ ചേച്ചിമാരെ കയറി പ്രണയിക്കുന്ന വലിയ സ്റ്റാൻഡേർഡൊന്നും അല്ല. എനിക്ക് അത്രമാത്രം ഇഷ്ടമായി പോയിട്ട് പാറു ചേച്ചീനെ. ആണോ? ആ ഒന്നും നോക്കണ്ട. ചില ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടാവില്ല, നമ്മളൊക്കെ മനസ്സിലാക്കണം. ലൈഫ് അങ്ങനെയല്ലടാ. അന്നപ്പോൾ ഇഷ്ടമായില്ല വെച്ചിട്ട് ഈ അതിൽ വിഷമിക്കല്ലേ വേണ്ടേ? എനിക്കതിലും വലിയ എന്തോ വന്നുണ്ട് എന്നായി മനസ്സിലാക്കണ്ടേ. മനസ്സിലായോ? ഇപ്പോൾ വിഷമൊക്കെ മാറിയോ? മാറിയിട്ടൊന്നുമില്ല, ഇനി മാറാനും പോകുന്നില്ല. അപ്പുക്കുട്ടാ, ഇപ്പം എൻ്റെ വിഷമം മാറാൻ എനിക്ക് എന്താ വേണ്ടേ? ഇയാൾ പറയും, നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ പാറക്കുട്ടി ഉണ്ടെങ്കിൽ എല്ലാ വിഷമവും മാറും. ആ എന്താ അങ്ങനെ? ഇത് കേക്ക്, അതൊക്കെ റെഡിയാവും. നന്ദുപാപ്പന് ശരിയാക്കി തരാൻ പറ്റുമെങ്കിൽ ശരിയാക്കിത്താ. അങ്ങനെയാണ് എൻ്റെ എല്ലാ പ്രശ്നവും മാറും. അപ്പുക്കുട്ടാ, നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ അങ്ങനെയായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ലൈഫ് അങ്ങനെയല്ലേ? നമ്മളെ ലൈഫിൽ നമ്മൾ ഓരോ സമയത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനറിയോ? എൻ്റെ പഠിത്തത്തിനാണ്. അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ ടൈം ഫോക്കസ് ആയിട്ട് പഠിക്കാൻ വേണ്ടത്. പാപ്പൻ അറിയില്ല, ഞാൻ ഫുൾ ടൈം പഠിക്കലാന്ന്. എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടാണ് ഞാൻ പാറു ചേച്ചീൻ്റെ അടുത്തൊക്കെ പോകല്. അപ്പുക്കുട്ടാ, നമ്മളെ ലൈഫിൽ ഫുൾ ടൈം പഠിക്കുക, കുറേ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് നടക്കാൻ വേണ്ടത്. അല്ലാതെ ഈ പെണ്ണും പ്രേമൊക്കെ നടക്കുകയാണ് വേണ്ടത്.
ഈ വലിയ ആളല്ലേ ഇങ്ങനെ തളർന്നാലോ? എന്താക്ക് പറ്റിയേ? അവള് പോയി നന്ദുപാപ്പ. നന്ദുപാപ്പ പാറുച്ചേച്ചി പോയി 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 മുങ്ങി പോയി. ഏടെ മുങ്ങിപ്പോയി? അപ്പൊ കൂട്ടാ എവിടെ മുങ്ങിപ്പോയി? അറിയില്ല. പോയോ? അതൊക്കെ ശരിയാവൂ. ഈ ഇങ്ങനെ ആരെന്നെ ആലോചിച്ച് നിൽക്കല്ലേ. ഇവൻ ചില്ലാവ്. ഇപ്പൊ കൊളിച്ചാമ്പോ കളിക്കാൻ പോവാ. ഈ പ്രായത്തിലുള്ള കളികളൊന്നുമല്ലല്ലോ എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് എന്താ കാണിക്കാൻ? നിക്ക് ഇങ്ങോട്ട് നിക്ക്, നേരെ നിക്ക്. ഒക്കെ റെഡിയാവും. എനിക്ക് എന്താ കാണിക്കുന്നേ അപ്പോ? ഒക്കെ റെഡിയാവടാ. ഈ നിക്ക്, അടങ്ങി നിക്ക്. മുമ്പ് വീട്ടിൽ പോവാ. നമുക്ക് അമ്മയുടെ ഒക്കെ കാര്യം പറയാൻ വേണമെങ്കിൽ പറയണോന്ന്? പറയണ്ടേ? നിക്ക്, അടങ്ങി നിക്ക്. താഴെ പോയി തരാം കേട്ടോ. താഴെ പുഴയിലൊക്കെ പോയി തരാം. ഈ എന്തിനാ എങ്ങനെ കളിക്കുന്നേ? ഇതിങ്ങനെ തല ആട്ടി കളിച്ചാൽ തല സർജറി ചെയ്ത് വെക്കണ്ടിട്ടോ വേറെ. ഞാന് പാർച്ചേച്ചിന് അക്കരയൊക്കെ എത്ര ആവശ്യം അറിയോ. പാലത്തു കൂടെ പോയി നന്ദുപാപ്പൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അതെങ്ങനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും? നിങ്ങളുടെ ഉള്ള കാര്യം ഈ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പറയേ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങളെന്ന് പറയണ്ടേ? നിക്ക്. പറഞ്ഞോ. ഞാൻ എത്ര പ്രാവശ്യം പാർച്ചേച്ചിൻ്റെ അടുത്തേക്ക് സൈക്കിൾ ഓടിച്ച് പോയെന്നറിയോ. ഞാൻ കൊടിയൊക്കെ ചൂടി പാർച്ചേച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും പാർച്ചേച്ചി റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കും. ഇതിന് മാത്രം നേരം മോനെ ഇടുന്ന കിട്ടുന്നത്? സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ചോറൊക്കെ തിന്ന് ഞാൻ വേഗം കളിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പാർച്ചേച്ചിൻ്റെ അടുത്തേക്ക് പോവും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട തൽക്കാലത്തേക്ക്. പാർച്ചേച്ചിക്ക് നമുക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞല്ലേ? അല്ലേ? അപ്പം ആട് മനസ്സിലാക്കുക. നീ പിന്നാലെ പോകാതെക്കുക. അങ്ങനെയാണ് നല്ല കുട്ടികൾ. മനസ്സിലായോ? നീ കുറച്ച് തോന്നെ നേരം ഇവിടെ പഠിച്ചോ. ഇത് മനസ്സിലാണോ എനിക്ക്? വിഷമൊക്കെ മാറില്ലേ ഇപ്പോൾ? ഓക്കെ ആയില്ലേ? ഫുള്ള് ഓക്കെ ആയിക്കോളൂ. ആൾക്കെ പ്രാണി ഉണ്ടാവും. ഔഷധ മരുന്ന്. ഈ എന്ത് ചെയ്യണോ? ഇനി ഫുൾ ടൈം എന്ത് ചെയ്യണോ? പഠിക്കണോ. കുറേ നേരം എന്ത് ചെയ്യണോ? പുസ്തകം വായിക്കണോ. അല്ലാതെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യത്. മനസ്സിലായോ? ലൈഫ് കോഞ്ഞാട്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ. ഇപ്പം നീ മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? എന്താ ആലോചിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഒക്കെ റെഡി ആവും കേട്ടോ. ഫുൾ ടൈം ഫോക്കസ് ചെയ്തിരിക്കുക ലൈഫിൽ. നന്നായി പഠിക്കുക. എന്തെങ്കിലും വിഷമമുണ്ട് എൻ്റെ അടുത്തേ വന്നാൽ മതി. ഓക്കെ? ഈ ഫുൾ ടൈം ലൈഫിൽ ഫോക്കസ്ഡ് ആയിരിക്കുക വേണ്ടേ? ഏത് നേരവും പഠിച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ലൈഫിൽ. പഠിക്കുന്നൊക്കെ റെഡിയാവും. എന്ത് ചെയ്യുക? കൂടുതൽ നേരം പഠിക്കുക. പഠനത്തിൽ ശ്രദ്ധ കൂട്ടുക. മനസ്സിലായോ? പ്രായം പഠിക്കാനുള്ളതാ, അല്ല അങ്ങനെ കളിച്ചെടുക്കാനുള്ളതല്ല. ഉഴപ്പാതെ കുറേ നേരം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. പോയതൊക്കെ പോയി. ഇനി പുതിയൊരു ജീവിതം തുടങ്ങണം കേട്ടോ. എന്താ ജോലിയൊന്നും ഇങ്ങനെ കിട്ടാത്തത്? നന്ദുപ്പാപ്പന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലാണ് പണി. അപ്പം അതിൽ വേറെ ജോലിയൊന്നും കിട്ടാനില്ല. ഇടയ്ക്ക് കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകണ്ടാവും. പൈസ ഒക്കെ തരുമോ? ചില ആൾക്കാർ പറ്റിക്കും, ചില ആൾക്കാർ പൈസ തരും. അങ്ങനെയാണല്ലോ. നന്ദുപ്പാപ്പ കല്യാണമൊക്കെ കഴിച്ചോ? 2 കല്യാണം കഴിച്ച്. ഇനിയിപ്പോൾ 4ാമത്തെ കല്യാണമായിരുന്നു. 2 കഴിഞ്ഞാൽ 3ാമത്തെ കല്യാണമല്ല? അല്ല, 2 ഒരുമിച്ച് കഴിക്കല. അപ്പൻ്റെ പ്രണയമൊക്കെ ബ്രേക്കപ്പ് ആയപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ? ഒന്നും തോന്നുന്നില്ല. നന്ദുപ്പാപ്പ കല്യാണം കഴിച്ച പെണ്ണൊക്കെ അവിടെ പോയി. പെണ്ണ് 2 ഒളിച്ചോടി പോയി. അതുകൊണ്ട് 2 ഒരുമിച്ച് കഴിക്കുന്ന. ഒന്ന് ഒളിച്ചോടി പോയാൽ വേറെ ഒന്നുണ്ടാവില്ല. ഒരുമിച്ച് ഒളിച്ചോടി പോയാൽ പ്രശ്നമാവില്ലേ? നന്ദുപ്പാപ്പ എനിക്കുള്ള വിഷമമൊക്കെ നന്ദുപ്പാപ്പന് തീർത്തരാൻ പറ്റുമോ? എല്ലാം തീർത്തരാൻ പറ്റുമോ അറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ തീർത്തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടി. ഓക്കെ? എന്നാലും ഇപ്പോൾ ഹാപ്പി ആയിരിക്കും കേട്ടോ. നന്ദുപ്പാപ്പൻ്റെ ഒരു വീഡിയോയിലേക്ക് കൂടാൻ പറ്റുമോ? ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൂട്ടുണ്ട്. ഓക്കെ? ഹാപ്പി അല്ലേ? ഇനിയിപ്പോൾ വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം പഠിക്കുക, റെസ്റ്റ് എടുക്കുക. ഒക്കെ റെഡി ആവും കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. ഓക്കെ അല്ലേ? ചില്ലല്ലേ? ഫുള്ള് റെസ്റ്റ് എടുക്കലാ. എന്തിനാ?
എന്താ അറിയില്ല. കുറച്ച് ഞാൻ പഠിച്ചാൽ പോരെ, പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? സ്കൂളിൽ വന്ന് സ്കൂള് വിട്ട് കഴിഞ്ഞാല് ആടെ കിടന്നുറങ്ങും ചിലപ്പോ. എന്നിട്ട് എഴുതാനുള്ള ഹോംവർക്കൊക്കെ കുറച്ച് എഴുതി പിന്നെയും കിടന്നുറങ്ങും. ഇപ്പൊ അങ്ങനെ പഠിക്കലൊന്നുമില്ല, ഹോംവർക്ക് മാത്രമേ എഴുതലേ ഉള്ളൂ. മതി, അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മെല്ലെ മെല്ലെ ട്രാക്കിലേക്ക് വന്നാൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? ഈ ബാർജിച്ചിനെ പറ്റി ആലോചിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഫുള്ളോണല്ലേ? ഫുൾ റെഡി അല്ലേ? നന്ദുപ്പാപ്പ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ വിചാരിച്ചു കൂടില്ല. പാപ്പ ഇങ്ങനെ പറഞ്ഞപ്പോ കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം. പാപ്പ പറഞ്ഞ പോലെ ഇത് പഠിക്കാനുള്ള പ്രായമല്ലേ. ഇനി ഞാൻ ഒരു പെണ്ണിനെ നോക്കൂല. ഓൻ വരുന്നാണ് ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. കുറേ നേരമായി കാത്തിക്കുന്നു. ഇപ്പം എങ്ങാനും വരൂ? ഓനെ വെയിറ്റ് ചെയ്ത് ഞാൻ കുഴങ്ങി പോവാ. ഞാൻ ഇവളെന്താ ഇവിടെ ഇന്നേ വരെ കണ്ടില്ലല്ലോ. ഇനിയിപ്പോ എന്തോ ഒരു പന്തികേടുണ്ട്. ഓളോട് തന്നെ ചോദിച്ചു നോക്കാം. ഉണ്ണി ഈ എന്താ അവിടെ നിക്കണേ? ഒന്നുമില്ല, ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക. ഈ അങ്ങനെ ഒരു കാര്യമില്ല നിൽക്കൂലല്ലോ. ഒന്നുമില്ലടോ, ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക. ഈ ഇപ്പം എന്തിനാ ഈലങ്ങനെ നടക്കുന്നത്? കാര്യം പറയും. ഞാൻ അങ്ങനെ വെറുതെ ഇറങ്ങിയ. എന്നാലും അന്നി ഈ സമയത്തൊന്നും പുറത്ത് കാണില്ലല്ലോ. അതും ഇവിടെ എന്തോ ഒരു കാര്യമില്ല നിൽക്കൂല. കാര്യം ഉണ്ട് തന്നെ കൂട്ടിക്കോ, പറയാൻ സൗകര്യമില്ല. എനിക്കെന്താ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വെച്ചിട്ട് ചോദിച്ചേനി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ആ പറ, എന്താ കാര്യം? അത് അപ്പുക്കുട്ടനെ കാണാൻ വരാറുണ്ട്. ഓനെ വെയിറ്റ് ചെയ്യാം. ആയതായാലും നന്നായി. എനിക്കെന്തൊരു വിഷമം പോലെ ഞാൻ പറയുമ്പോൾ. എനിക്ക് വിഷമൊന്നും ഇല്ല എൻ്റെ പൊന്നു മോളെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല അന്നപ്പം എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ ഉള്ളിലൊരു കരച്ചിലുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കോ കരച്ചിലോ? എനിക്ക് എന്താന്ന് പോലെ അറിയില്ല. അല്ല എഗ്ഗിയോളും തമ്മിലുള്ള ബന്ധം ഉണ്ടേനു ജവ് പറയും. കുറച്ചുകൂടി നിൽക്ക്, ഞാൻ പറഞ്ഞുതരാം. അതൊരു വലിയ കഥയാണ്. സ്കൂളില്ലാത്ത ദിവസമാണ് രാവിലെ ആകുമ്പോൾ ഓനാട്ട് കയറ്റും. പിന്നെ തുടങ്ങും എൻ്റെ വർത്താനം. പാറുമോളെ, ഓ മൈ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇത്ര നടിക്കാൻ തന്നോട് പറയാന് അതിനുള്ള സമയം കിട്ടണ്ടേ? അല്ല അത്ര മാത്രമേ ഉള്ളൂ. അനി ഇതേവരെ എന്നോട് ഓനെ പറ്റിയൊന്നും ചോദിച്ചില്ലല്ലോ. അവിടെ ഒന്നും നിൽക്കുന്നില്ല മോളെ, അവിടെ ഒന്നും നിൽക്കൂല. കുറച്ചായിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഓൻ വരുന്നതിന് മുന്നേ എല്ലാം പറയും, നല്ലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. ഈ എന്തിനാ ഓനെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണത്? ഈ പറയും, വെറുതെ അറിഞ്ഞിരിക്കാലോ, അതുകൊണ്ട് ചോദിച്ചാ. ഓനൊരു ദിവസം എന്നോട് ഐ ലവ് യു ഒക്കെ പറയാൻ വേണ്ടി വന്നപ്പോൾ ഓൻ കൊടയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടേനി. സാഹചര്യത്തിനനുസരിച്ച് ഓൻ പല വിദ്യകളും ഇറക്കും. ഓൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന സ്ട്രാറ്റജീസ് ഒന്ന് പറഞ്ഞു തരുമോ? കൊട തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ. പക്ഷെ ഞാനതിലൊന്നും വീണെടുക്കൂല. അതെങ്ങനെ? ഞാൻ റെയിൻകോട്ട് ഇട്ടു. പിന്നെ ഓൻ എപ്പോ കാണാൻ വരുമ്പോഴും ഓൻ്റെ അടുത്തൊരു പൊട്ട സൈക്കിളും ഉണ്ട്. സൈക്കിളാണ് ഓൻ്റെ മെയിൻ. ഇത്രയും ദിവസമായിട്ട് എന്നോട് ഇഷ്ടമാണ് പറഞ്ഞില്ലേ, എനിക്കൊന്നും പറഞ്ഞില്ലേനു? ഓനോട് ഇഷ്ടമെന്ന് അറിയാം. എനിക്കെന്താ പിരാന്താ? അതിന്റെ പറയുക അങ്ങനെ പറഞ്ഞു? എടി ഓനെക്കാളും ചെറിയ ചെക്കനാ, പിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? അപ്പോൾ എന്നിട്ട് ഓൻ്റെ കുടുംബം കൂടിയാ. സച്ചിൻ കല്യാണം കഴിച്ചൊക്കൊണ്ടൊന്നുമല്ല. അനിയ സച്ചിൻ്റെ മോളല്ല. എൻ്റെ പൊന്നെ, ഞാനൊരു തത്വം പറഞ്ഞതാ. തത്വമായാലും തത്തയായാലും എനിക്ക് ഓനെ ഇഷ്ടമല്ല. എന്തായാലും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം വരില്ലേ, ഞാൻ അപ്പം തന്നെ പോവും. എനിക്കിനിപ്പോൾ പഠിക്കാനൊന്നും ഉണ്ടാവില്ലല്ലേ? ഏതൊരു തന്നെ ആയിരിക്കുമല്ലേ? ഈ എന്തിനാ എങ്ങനെയാ പറയുന്നത്? ഓൻ ജസ്റ്റ് എന്നെ കാണണമെന്നേ പറഞ്ഞുള്ളൂ. ഈ ഓനെ പറ്റി വല്ലാണ്ടായിട്ട് പൊസസീവ് ആവുന്നുണ്ടല്ലോ. എനിക്ക് ഓനെ ഇഷ്ടമൊന്നുമില്ലല്ലോ, പിന്നെ ഇത് എത്ര ബോധോടാവുന്നു? എൻ്റെ മോളെ ഈ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറഞ്ഞതാ, അല്ല ഒന്നല്ല. അത് പൊസസീവിൻ്റെ ഒന്നും അല്ല കേട്ടോ. ഓൻ വരട്ടെ, ഞാൻ എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തോ. എന്തായാലും നിൻ്റെ തലേന്ന് പോയിട്ട് അതിൻ്റെ സമാധാനം. എന്നായിക്കോട്ടെ, ശരി. ഞാൻ പോവായിട്ടാണല്ലേ തിരക്ക്. നടക്കട്ടെ. ഒരു തിരക്കുമില്ല, മോളിവിടെ അരമണിക്കൂർ വരെ നിന്നു. എനിക്കൊരു കമ്പനി ആവല്ലോ, ഇവിടെ തന്നെ നിന്നു. അല്ല ഞാൻ പോവാ. ഞാൻ അവിടുത്തെ സ്വർഗത്തിൽ കെട്ടുമ്പോ ഒന്നും നിൽക്കില്ല. എന്നാ ഓക്കെ, ബൈ. ഓൻ കുറേ ഓളെ വയ്യാലടന്നുണ്ടാവും, എന്നിട്ട് ഓളൊരു എസ് പോലും പറഞ്ഞില്ല. എന്താ ഓളൊരു അഹങ്കാരം. ഓക്ക് അങ്ങനെ തന്നെ വേണം. കിട്ടട്ടെ പണി. എപ്പോഴും ഇനി ഓൻ വരിക? ഓൻ്റെ അടുത്ത് ഞാൻ പോയി നോക്കാൻ. ഓൻ എവിടെയുള്ളതെന്ന് അറിയാണ്ടേ പോയി. അപ്പുകുട്ടന് ശരിക്കും ഇഷ്ടമായില്ലേ? അപ്പം എന്തിനാ അവളെ കാണാന്ന് അറിഞ്ഞിട്ടുണ്ടാവുക? ഇപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യോ? എൻ്റെ കയ്യിൽ നിന്ന് അപ്പുകുട്ടൻ പോവും. ഓനോട് എസ് പറയാനില്ലേ? ഓൻ്റെ ലവ് ട്രൂ അല്ലേ? വെറുതെ ഓനിട്ട് കളിപ്പിക്കേണ്ട ആവശ്യമില്ലേ? ഇനിയിപ്പോൾ ഡെയിലി അവൻ അവളെ കാണാനായിരിക്കും പോവുക. എനിക്ക് ആകെ വിഷമമാണ്. മൈൻഡൊക്കെ ഔട്ടാണോ പോലെ തോന്നുന്നു. എന്താ പൊടി ഒക്കെ ശരിയാവട്ടോ? ഓക്കെ, ഞാൻ പോട്ടെ. വയ്യേ പൊക്കെ ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ, പണിക്ക് വന്നേരെ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിക്കോളണ്ടി. ഓക്കെ, പോട്ടെ.
നന്ദുപ്പാപ്പനോട് ഇപ്പൊ എങ്ങനെയാ പോണ്ടെന്ന് പറയാ? ഓന് പണിയൊക്കെ ഉള്ളതല്ലേ, ഓൻ പോട്ടെ. ഞാനൊരു പ്ലാൻ വിചാരിച്ചിട്ടുണ്ട്, അതെന്തായാലും ചെയ്യണം. എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോ ഞാനും മെല്ലെ സൈക്കിൾ എടുത്ത് അങ്ങോട്ടേക്ക് പോവാ. എനിക്കെന്റെ സൈക്കിൾ ഉണ്ടല്ലോ, വേറെ ആരും ഇല്ലെങ്കിലും. അപ്പോൾ ആളാകെ മാറിപ്പോയി. പണ്ട് കണ്ട അപ്പുവേ അല്ലപ്പോൾ ഓനെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. എൻ്റെ പിന്നാലെ എത്ര നടന്നതേനി, അപ്പം എന്നെ വേണ്ട തോന്നുന്നു. എന്താ ഓനങ്ങനെ പറ്റി? ഇനി ഓളൊന്നും നോക്കണ്ട, ഓളെ സ്വഭാവം അങ്ങനെയല്ലേ. എന്തൊരു അഹങ്കാരമൊക്കെ. ഞാൻ എത്ര തവണ ഓളെ പിന്നാലെ നടന്നതാ. എന്നെ വിഷമങ്ങളൊക്കെ കേൾക്കാൻ ആകെ നന്ദുപാപ്പനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓളെ പുറകെ പോയാൽ മൈൻഡ് മുഴുവൻ ഔട്ടാവും. ഓള് പോട്ടെ ഓളെ വൈകി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയോ? ശരിക്കുള്ള ഇഷ്ടമാണ് പിന്നാലെ പിന്നാലെ വരും. ഈ സമയം കഴിഞ്ഞു, അങ്ങനെ തന്നെയല്ലേ ലൈഫ്. ബേബി എന്താ കാണണം തന്നെ കാര്യം പറയും. ഒന്നുമില്ല മോളെ, കൊറേ എന്നെ കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഇത്രയും നാളായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട, എനിക്ക് അതിനത്ര സമയമൊന്നും കിട്ടല്ല. ഓ അങ്ങനെയല്ലേ കാര്യങ്ങള്. കൊറേ കാലമായി പറയണമെന്ന് വിചാരിച്ചിട്ട്. ഐ ലവ് യു. സത്യാണോ? എനിക്കെന്താ കണ്ടിട്ട് തോന്നുന്നേ? കണ്ടാപ്പയ്ക്ക് മനസ്സിലാവോ ഈ ഇപ്പൊ എത്ര ആളാ ഈ കിടക്കുന്നുണ്ട്? ഞാൻ ആരും പുറകെ നടന്നില്ല, എനിക്ക് തോന്നിയിരിക്കും. അപ്പൊ പാറുവോ? പാറുവോ? ഓള് കാര്യം നോക്കോ? ഓളെ ഓഞ്ഞ മുഖോ എപ്പോഴും ഉണ്ടാവും. ഓളെ മുഖത്തൊരു പുച്ഛം. ഞാനല്ല, ഒരു ചെക്കനും ഓളെ നോക്കൂല, അതാ ഓളെ സ്വഭാവം. പക്ഷെ ഞാനതൊന്നല്ലല്ലോ കേട്ട്. ഈ ഓളെ പുറകെ പോയിണ്ടെന്നും കുറെ നാളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നും ഓക്കെ ഇഷ്ടമായിട്ട് ഒഴിവാക്കിന്നാണല്ലോ കേട്ട്. മോളെ, എനിക്ക് ഈ നാട്ടിൽ സെപ്പറേറ്റ് ഫാൻസുകളിലാ. ഇന്നെ തളർത്താൻ പലരും പല വാചകങ്ങളും ഇറക്കും. ഈ അതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. മുത്തനെ ഞാൻ നല്ലോണം നോക്കിക്കോളാം. അവരെന്താണെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? ശരിക്കും ഇഷ്ടം തന്നെയാണോ? എന്റെ പൊന്നു പോലെ. എനിക്കൊന്ന് ആലോചിക്കണം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. വേളിയും പ്രപ്പോസ് ചെയ്തോ? എനിക്ക് എന്തോ പോലെ ആവുന്നു. ട്രൂ ലവ് തന്നെയാണ്. ഇതൊക്കെ എൻ്റെ തോന്നലായിരിക്കും. എന്തിനും ഓളെ പോയി പ്രപ്പോസ് ചെയ്യുന്നേ? വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുക. അതിനെ കാത്തുനിന്ന് രാത്രി എന്താ കാണണമെന്ന് പറഞ്ഞ് കാര്യം പറയും. രാത്രി വാ, വീട്ടിൽ പോയി സംസാരിക്കാം. എന്താ കാണണമെന്ന് പറഞ്ഞ കാര്യം പറയും. ഉണ്ണി, എനിക്ക് എൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഇനി എന്ത് ഹെൽപ്പ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ചെയ്തുതരാം. എനിക്ക് പറമോളെ ഭയങ്കര ഇഷ്ടമാണ്. പറമോക്ക് ഇന്നെയാണ് തീരെ ഇഷ്ടമല്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ ഇഷ്ടമാണെന്നൊന്ന് ഈ പറനോട് പറയുമോ? അത് ഈ കുറെ പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്താ മാറ്റം ഉണ്ടാവുക? എന്തായാലും ഈ ഒന്ന് പറഞ്ഞു നോക്ക്, ഒക്കെ എന്തായാലും മാറ്റം ഉണ്ടായാലോ? ഞാൻ പറഞ്ഞു നോക്കാം, എന്നിട്ട് എന്നോട് പറയാം. ഓനോട് പോയി കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം. ഓനെ മനസ്സിലാക്കാൻ നിൽക്കൂല. എന്തായാലും ഓനെന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? ഇനിയും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുമല്ലോ. പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും പറയണം. അപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളെ ഞാൻ എന്നോട് സീരിയസ് ആയി പറഞ്ഞ കാര്യം നിനക്ക് കേൾക്കാൻ സമയമില്ലേനല്ലോ. പിന്നെ എന്തിനാ ഈ ഇപ്പം ഇങ്ങോട്ട് വന്ന്? ഞാൻ പറയുന്നു, നീ സമാധാനത്തോട് കേൾക്ക്. ഇതുപോലെ കുറേ നാളെ ഞാൻ എന്നോട് സമാധാനത്തോടെ കാര്യങ്ങൾ പറയാൻ വന്നിനല്ലോ, അതൊന്നും ഈ കേട്ടില്ലല്ലോ. ഇപ്പം എനിക്കിപ്പോൾ എഴുന്ന പെട്ടെന്ന് സമാധാനമൊക്കെ ഉണ്ടായി വന്ന്. ഞാൻ പണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ലേ. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ വില മനസ്സിലാവുന്നത്. ഇപ്പോഴാണല്ലേ എനിക്ക് വില മനസ്സിലാവുന്നത്. അപ്പോൾ കുട്ടായി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് സമാധാനം തരുമോ? എനിക്കിപ്പോൾ വേണ്ടത് സമാധാനം, അല്ലാണ്ട് എന്നെ കൂടെ വർത്തമാനം പറഞ്ഞു നിൽക്കാനൊന്നും എനിക്ക് സമയമല്ലപ്പോൾ. അപ്പോൾ കുട്ടായി അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ മൈൻഡ് എന്തോ പോലെ ആവുന്നു. മൈൻഡ് ഇപ്പം എന്തോ ഇപ്പം എന്താ ഉള്ളത്? എൻ്റെ മൈൻഡ് ഇങ്ങനെയൊക്കെ ആയതാ. ഇല്ലാതെ പൊട്ടും പറ്റാതെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഓവറാക്കാൻ നിൽക്കല്ലോ മോളെ. ഈ ഒന്ന് പോ വീട്ടിൽ പോവാൻ നോക്ക്. എന്താ പൂട്ടെ എന്നോട് ഇങ്ങനെ കാണിക്കല്ലേ? ഓരോ ഡേയും എന്നെ പറ്റി ഓർത്തോർത്ത് എൻ്റെ മൈൻഡ് മൊത്തം ഔട്ടാവാ. പിന്നെ മൈൻഡ് ഔട്ടാവാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായി? എനിക്ക് ഇത്രയും കാലം എന്നെ ഇഷ്ടമല്ലേ ഇനിയല്ലോ. പിന്നെ എന്താണ് എൻ്റെ പ്രശ്നവും? ഇല്ലാതെ തീരെ പറ്റുന്നില്ല. ഇല്ലാണ്ടൊക്കെ പറ്റൂ. ഈ എൻ്റെ പണി നോക്കി വീട്ടിൽ കുത്തിരുന്നോ? എന്തങ്ങനെ തോന്നുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിപ്പോ വേറെ ഒരു പണിയില്ല, അതന്നെ കാര്യം. പണ്ട് എനിക്കും ഒരു പണിയില്ലേ ഇനി, അന്നപ്പോ എനിക്കും ഇങ്ങനെ തോന്നിനി. കുറച്ചു കാലം കഴിയുമ്പേ ഒക്കെ റെഡി ആയിക്കോളും. പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്ക്. പറ്റൂല, എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മോൾ എന്നെ പറ്റി ആലോചിക്കാണ്ടെന്നാ മതി. പണ്ടിക്കും കുറെ കാര്യങ്ങളൊക്കെ പറയണ്ടേനി, അന്നപ്പോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അതെന്താന്ന് എനിക്ക് പറയൂല. മേ ബി ചിലപ്പോ എന്റെ ഫീലിങ്സ് ഒക്കെ പോയിണ്ടാവും. ഐ തിങ്ക് യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദാൻ മീ. നമ്മൾ ഓരോരോ ആൾക്കാർക്കും നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. അതിപ്പോ മാതാപിതാക്കളായാലും റിലേഷൻഷിപ്പുള്ള ആളായാലും
നമ്മൾ ഓരോരോ ആൾക്കാർക്കും കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല, അത് സ്വയം തോന്നി ഒരാൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ. അതിപ്പോ കിട്ടിയില്ലെങ്കിൽ ഈവൻ പേരൻസ് ആയാലും പോലും വെറുത്തുപോകും. അതുകൊണ്ട് നിന്റെ പിറകെ ഞാൻ ഒരുപാട് നടന്നപ്പോൾ നീ എനിക്ക് തരേണ്ട ഒരു വാല്യൂ ഉണ്ടായിരുന്നു. വാല്യൂ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇഷ്ടപ്പെട്ട്, പിന്നെ ഒരു വാല്യൂ ഇല്ലാന്ന് കാണുമ്പോ പോകുന്നല്ലേ ബെറ്റർ. ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല. അതൊന്നും കുഴപ്പമില്ല, ഈ അത് മറന്നേക്ക്. ഇനി ഞാൻ എൻ്റെ പിറകെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഈ എൻ്റെ പിറകെ നടക്കാൻ വരണ്ട. എന്നെ കാണാൻ കുറേ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമല്ല. കാരണം എന്താ അറിയോ, ഞാൻ നീ കാണാത്ത ഒരുപാട് ദിവസം കുറേ കുത്തിരുന്ന് കരഞ്ഞതാ. ഇതെന്താ കള്ളക്കരച്ചിലാണ്? ഇത് കള്ളകരിച്ചിലല്ല, ഉള്ളതാണ്. കള്ളക്കരച്ചിലോ ഉള്ള കരച്ചിലോ എന്തേലും ആവട്ടെ, ഈ ഇപ്പൊ പോവാൻ നോക്ക്. ഈ പോകുന്നില്ലേ ഞാൻ പോയിക്കോളാം. എന്നാ ശരി. അപ്പു അങ്ങനെ പറയല്ലൊടുക്കി, ഇല്ലാതെ പറ്റൂല. അപ്പു ഞാൻ പറയണ കേക്ക്. അപ്പു എനിക്ക് പറ്റൂല, ഈ വീട്ടിൽ പോയിക്കോ. എടോ അങ്ങനെ പറയല്ലൊടുക്കി, ഇല്ലാതെ പറ്റൂല. അപ്പു എന്നെ ഇഷ്ടല്ല, ഈ പോയിക്കോ. ഈ മനസ്സിലാക്കാൻ പറ്റണോ മനസ്സിലാക്കേ. മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് എത്ര തവണയായി ഞാൻ പറയുന്നേ. ഈ ഒന്ന് പോയിത്താ. അങ്ങനെ ഒന്നും പറയല്ലേ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഡിപ്രഷനിലേക്ക് പോവും. ഒരു ഡിപ്രഷനില്ല, ഒരു തേങ്ങ കൊലിയില്ല. എന്റെ അഭിനയം അത്. പ്ലീസ് അപ്പൊ ഇങ്ങനെ പറയല്ലേ പ്ലീസ്. എന്റെ കാല് വേണം, ഞാൻ പിടിക്കാം. കാലൊക്കെ പിടിക്കൂ? അതൊരു ഫ്ലോയിൽ വന്നോ. എന്ത് പറയാ അപ്പുക്കുട്ട, പ്ലീസ്. ഞാൻ പറയണോ നീ കേക്ക്. ഇപ്പൊ അവിടെ കേക്കും ബിസ്ക്കറ്റും ഒന്നുമില്ല. ഈ ഇപ്പൊ പോവാൻ നോക്ക്. എന്താ അപ്പുക്കുട്ട അങ്ങനെ പറയല്ലേ പ്ലീസ്. അപ്പുക്കുട്ട പ്ലീസ്. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാക്കാത്ത? എത്ര കെഞ്ചിടാ പറയണേ. പ്ലീസ് അപ്പു, ഇല്ലാക്കി പറ്റൂല. എന്തോ ഒരുമാതിരി നോട്ടം നോക്കണേ. നേരെ നോക്കിക്കൂടെ? ഇന്ന് പോവാണ്. എനിക്ക് വെറുപ്പിക്കലാണ്ട് ഇജിന്റെ പിന്നാലെ നടന്നിട്ട്. ഒന്ന് പോയിക്കോ വീട്ടില്. ബേബി അതിനെത്ര വരെ കാത്തിക്കുന്നു? ഇന്ന് എത്ര വരാന്? അതൊന്നും പറയണ്ട ബേബി, ഫുൾ തിരക്കായി. എന്ത് തിരക്ക്? എന്റെ തിരക്കൊക്കെ മാറ്റി ഇന്റെ അടുത്ത് വരണ്ടേ? മാറ്റി വെക്കാൻ ആഗ്രഹം ഉള്ളോണ്ടല്ലേ ഞാൻ എത്രയോ നേരത്തെ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇവിടെ കാത്തുകാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഈ ഇത്രയും ലേറ്റ് അല്ലേ? എന്നിട്ടാണല്ലോ ഡയലോഗ് അടി. ബേബി അങ്ങനെ പറയല്ലേ, എനിക്ക് ബേബിനെ ഇഷ്ടായിട്ടല്ലേ ഞാൻ എന്നും ഇങ്ങനെ വരുന്നേ. അതെനിക്ക് മനസ്സിലായി. ബേബി ഇവക്കൊന്ന് ബീച്ചിൽ പോയി വന്നാലോ? അത് വേണ്ട, ബുദ്ധിമുട്ടാവും. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച നല്ല റിസൾട്ട്സ് ഉണ്ടാവും ബേബി. വലിയ റിസൾട്ട്സ് ഉണ്ടെന്ന് ആവശ്യമില്ല. ഇപ്പൊ വേറെന്ത് സംസാരിക്കും? ബേബി ഇതൊക്കെ ഒന്ന് നടന്ന് സംസാരിച്ചാലോ? ഓ അതിനെന്താ, നടക്കാം. എന്നാ വാ, നമുക്ക് നടക്കാം. ഈ എന്റെ കയ്യും പിടിക്കണ്ട. ഇങ്ങോട്ട് വാ. അത് വേണോ? ഓ ഇവളൊപ്പം നടക്ക എന്ത് സുഖ. ഇവള് നോക്കുന്ന നല്ലേ. ഓ മൈ ബേബി, യു ആർ മൈ സ്വീറ്റി. ഈശ്വരപ്പൻ വളഞ്ഞവള്. എത്ര പെട്ടെന്ന് അവൻ സെറ്റാക്കിയവളെ. എന്റെ പൊന്നെ, ഇവൻ ആള് തിരക്കേടില്ല. പിന്നെ ശരിക്കും ഇഷ്ടല്ലേ, കൈ മുടിച്ച് നടക്കുന്നതാണ്. ഓ ഓളൊരു കളി. നല്ലൊരു ചെക്കനെ കണ്ട പിന്നെ ഓള് വളഞ്ഞു പോവല്ലോ. നോക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഓളിന്റെ കൈ കിട്ടും. ഇപ്പൊ പപ്പടാക്കും. ബേബിക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എന്റെ ബേബി വിളിയാക്കി ഇഷ്ടം. ഈ ഒന്നുകൂടി വിളിക്കോ ബേബി? ബേബി ആണ് ഓന് വളയ്ക്കുന്നത്. കയ്യും ചില നടത്തം ഇതൊന്നും ശരിയാവില്ല. ഇതിനൊക്കെ പകരം വിട്ടു ഞാൻ. ഇവളെന്താ കല്യാണം കഴിക്കുക? വീട്ടിലോ സംസാരിച്ച് സെറ്റ് ആക്കണം, എന്നിട്ടല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമല്ല ബേബി, നമുക്കങ്ങ് ഒളിച്ചോടാ. അതിന് എനിക്ക് പണിയുണ്ടോ? ജോലിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളേ? എന്താ വെച്ചാ ഫയർഫോഴ്സ് ഓഫീസർ അല്ലേ? ഒളിച്ചോടി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ അച്ഛൻ ഉണ്ടാവാ പൊട്ടാ. അതിനോട് വിട്ടുപോയി. എന്ത് പണിയും ചെയ്യാൻ ഞാൻ തയ്യാറാ ബേബി. ഓ മൈ ബേബി, യു ആർ മൈ സ്വീറ്റി. ഇവനെ കൈ പിടിച്ചുകൊണ്ടുപോയി വളയ്ക്കുന്ന ഇവളെന്നെയാ. എന്തോ ഒരു കാര്യമില്ല, നിൽക്കൂല. അപ്പുക്കുട്ടൻ പൈസക്കാരനാ തോന്നുന്നു. അതിനോടല്ലേ ഇത്ര വലിയ പെൺകുട്ടി ഇവന് വളഞ്ഞ്. ഞാൻ അവിടുന്ന് ഏന്തി നോക്കേണ്ട അവസ്ഥ ആയാലും എൻ്റെ ലൈഫിൽ. ഈശ്വര എന്നെ അവിടെ നിർത്തല്ലേ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടു നിൽക്കേണ്ട അവസ്ഥ വരികയാണല്ലോ. എന്താ മോളെ ഇവിടെ വെക്കുന്നത്? ഒന്നുമില്ല, ഞാൻ അവിടെ വെറുതെ നിൽക്കുക. വിഷമമുള്ള പോലെ തോന്നുന്നില്ല കണ്ടിട്ട്. എന്താ പ്രശ്നം? കാര്യം പറയും. ആ ടൈമിൽ എൻ്റെ മുമ്പിലേക്ക് ദൈവത്തിനെ പോലെയാണ് നന്ദോട്ടം വന്നത്. 1-2 തവണ നന്ദോട്ടം ചോദിച്ചപ്പോൾ ഞാൻ നന്ദോട്ടനോട് കാര്യങ്ങൾ പറയാൻ പറ്റും. നന്ദോട്ടം അപ്പുക്കുട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിനോട് അപ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാ, ഒരു കാര്യം പറയണ്ടേ. എന്നോട് അപ്പു പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ. പറഞ്ഞപ്പോൾ നീ ഈയായിട്ട് ഓൻ്റെ വയ്യാൻ നടക്കണ്ട. എന്തിനാപ്പോൾ ഓനും വിഷമമായി ഉണ്ടാവും, അനക്കും വിഷമമായി ഉണ്ടാവും. ഇപ്പോൾ ചെറുപ്പത്തിലോടാൻ തോന്നുന്നില്ലേ മോളെ? അപ്പു എന്നോട് സംസാരിക്കുന്ന പോലില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. സംസാരിക്കുന്നതൊക്കെ നമുക്ക് റെഡിയാക്കാം.
കണ്ടിട്ടൊന്ന് ചിരിക്കുന്ന പോലും ഇല്ല അവൻ. അതൊന്നും കാര്യമാക്കണ്ട, ചിരിച്ചോളൂ. അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ ഇനി അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നും വേണ്ട, മനസ്സിലായോ? ഈ വലിയ കുട്ടിയല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ഓരോ ചെറുപ്പത്തിലുള്ള ഓരോ കാര്യങ്ങൾ തോന്നിയാ, മനസ്സിലായോ? മുട്ടേൻ്റെ കൂടെ പപ്സും ഇത് ചായക്ക് ബിരിയാണി, ചായയുടെ ബിരിയാണി കോമ്പിനേഷൻ. പിന്നെ അതേപോലെ അലുവ ചെത്തിയതിന് ശേഷം മീൻ മുളക് ഇട്ടില്ലേ, അതിൻ്റെ കൂടെ പൊറാട്ട വെച്ചടിക്കുക. ഇപ്പോൾ പുതിയ പുതിയ ട്രെൻഡുകളായിരിക്കും. നാളെ നിസ്കരിക്കാൻ പോകും പള്ളി. ആൾക്കാർക്ക് ആർക്കൊന്നും എന്താ കഴിക്കേണ്ടതെന്നുണ്ടാവില്ല. നന്ദൻ എന്തൊക്കെയാ പറയുന്നത്? ബിരിയാണിയോ കോഴിമുട്ട പപ്സോ എന്തൊക്കെയാ? അത് കിളി പോയോ? കിളി പോയ വർത്താനം പറയല്ലോ. ഇപ്പൊ മരുന്ന് കുടിച്ചില്ല അന്നത്തെ? നന്ദനോട് ചോദിച്ചു നോക്കിയാലോ എന്താ സംഭവം? നന്ദന് ഭ്രാന്തായോ? എന്റെ നന്ദേട്ടാ. അമ്മേ എന്താ? ഒന്നുമില്ലേ ചേച്ചി. മനുഷ്യനെ പേടിപ്പിക്ക? അതിന് എന്നോടാരെ പേടിക്കാൻ പറഞ്ഞേ? നേരെ ഉച്ച വരെ കടന്നുറങ്ങുക, എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. ഈ എൻ്റെ പണിയെടുത്തോ? ഞാനല്ലേ ഉറങ്ങണേ? എൻ്റെ ഇഷ്ടമായി ഉറങ്ങണ വേണ്ടോ? മോൾ അത് എൻ്റെ റൂമിൽ നീറ്റ് പോ. ഇത് അച്ഛൻ ഉണ്ടാക്കി വിടാ, എൻ്റെ പേരിൽ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പൊടിയായിരുന്നു. ഈ കിടന്നോ ഒച്ച ഉണ്ടാക്കരുത്, ഞാൻ അവിടെ നിന്ന് വായിക്കുക. ഞാൻ എന്തൊക്കെയാ ഈ സ്വപ്നം കാണണേ? ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? ഇതൊക്കെ നടന്നക്കിപ്പം എന്താ? എന്തേലാവട്ടെ, ഓനോട് അവൻ്റെ പണി നോക്കാൻ പറയാം. ഓനിലേക്കിപ്പം എന്താ ഒരു ചോട്ടാപ്പ്. ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണ്ടേ? മോളെ എനിക്കൊന്നും എന്നോട് പറയാനില്ല. ഈ റൂമിൻ്റെ പുറത്തേക്ക് വെക്കോ, ഞാൻ അവിടെ വായിക്കുക. ചേച്ചി ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാ, ഒന്ന് കേക്ക്. ഒന്ന് വേഗം പറയോ, എനിക്ക് വായിക്കാനുണ്ട്. ചേച്ചിക്ക് റിലേഷൻ ഉണ്ടെങ്കിലോ? ചേച്ചി ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എനിക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യം നമുക്ക് അറിയണ്ടേ? പറഞ്ഞോ, ചേച്ചി കേൾക്കാം. അത് എത്ര സീരിയസ് ആവണ്ട, ചെറിയൊരു കാര്യം അറിയാനുള്ളത്. മോളെ ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യം ചോദിച്ചിട്ട് ഈ വേഗം പോയിക്കോ. അല്ല ചേച്ചി, ശരിക്കും ഈ ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ലവിനെ കുറിച്ച് അറിയേണ്ട എന്താവശ്യം എൻ്റെ മോക്കല്ലേ? കുറേ കാലമായിട്ട് എൻ്റെ പുറകെ ഒരു ചെക്ക നടക്കുന്നുണ്ട്. ആ ചെക്ക ഇങ്ങനെ കുറേ പുറകെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ട്രൂ ലവ് വാങ്ങാൻ. പക്ഷെ ഓനാണെങ്കിൽ അധികം വയസ്സൊന്നുമില്ല. അത് മാത്രമല്ല നമ്മളെ കുടുംബം കൂടെയാണ്. പിന്നെ എങ്ങനെ അയച്ചു ട്രൂ ലവ് ആണോ ഇഷ്ടപ്പെടേണ്ടതാണോ മനസ്സിലാക്കുക? നമ്മളെ കുടുംബക്കാരനോ? ആരത്? വേറെ ആരുമല്ല, അപ്പുകുട്ടനാ. ഏത്? ആ ചെറിയ അപ്പുകുട്ടനോ? 4ാം ക്ലാസ് പഠിക്കുന്നേ? ആ ചേച്ചി ഓനെന്നെ. അതിപ്പോൾ ട്രൂ ലവ് ആണോന്നോ ഇഷ്ടപ്പെടേണ്ടതാണോന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ പ്രായത്തിൽ തോന്നുന്ന ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മറന്നു പോയിക്കോളും. കാരണം ചെറുപ്പത്തിൽ തോന്നുന്ന ഇഷ്ടങ്ങളൊക്കെ വലുതാകുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അത് അങ്ങനെയാണ്. അതിപ്പോൾ എല്ലാവരും കേസായിരിക്കില്ല, ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടേണ്ടവരാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരും. അല്ലേ ചേച്ചി ഇപ്പം എന്താ പറഞ്ഞേ? അത് മോള് പുറമെ പോയിരുന്ന് ആലോചിക്കുമ്പോൾ മോക്കത് മനസ്സിലാവും. ഇപ്പം മോള് പോകാൻ നോക്ക്, ചേച്ചി വായിക്കട്ടെ. ഏജ് പറഞ്ഞ കാര്യങ്ങൾ അത്ര വ്യക്തമായില്ല. എന്തൊക്കെയാ ഏജ് പറഞ്ഞിനി? ഏജ് പറഞ്ഞാലും കാര്യമുണ്ടല്ലേ? കുറേ കാര്യങ്ങൾ ഏച്ചിൻ്റെ അടുത്തൊന്നും ചോദിച്ചറിയാനുണ്ട്. ഏച്ചി ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, ഒരുപാട് അറിവുള്ള ആളാണ്. ആദ്യം ഏച്ചിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ചേച്ചി ഇത്ര വർത്താനം പറഞ്ഞ് എനിക്കറിയാനോ? എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ അങ്ങനെ കുറച്ച് വെറുതെ ഇരിക്കാം. മോളെ കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്, എന്തോ ആലോചിക്കുന്നുണ്ട്. ഇല്ലമ്മേ, ഒന്നുമില്ല. മോളെ ഉച്ചയായില്ലേ, കുളിച്ച് മാറ്റി താഴോട്ടേക്ക് വാ, ഭക്ഷണം കഴിക്കാം. അമ്മ ഞാൻ താഴ്ക്കോരാ. ഇനിയിപ്പോൾ ഞാൻ ഇവനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് സമയം ചിലവാക്കുമോ? അപ്പം ശരിക്കും എന്തിനായിരിക്കും എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക? ഇവന് ശരിക്കും എന്നോട് തോന്നിയ ഇഷ്ടം തന്നെയാണോ? ഇവൻ്റെ ഇഷ്ടം സത്യമാണോ? ഇനിയിപ്പോൾ ഏച്ചി പറഞ്ഞ പോലെ തന്നെ കുറേ കാലത്തിന് ശേഷം എൻ്റെ അടുത്തേക്ക് തന്നെ വരുമോ? ഇഷ്ടപ്പെട്ട ആളെപ്പോഴും ലൈഫിൽ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അവൻ വെറുപ്പിക്കലൊക്കെ ആയിട്ട് കൂടെ വന്നിട്ടുണ്ടെങ്കിലും രസമൊക്കെ തന്നെയാണ്. പക്ഷെ ഓനിപ്പോൾ ഇഷ്ടപ്പെടാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ. എൻ്റെ അനിയനെ കയറി ഞാൻ പ്രണയിക്കാറിഞ്ഞ മോശമല്ലേ? വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഓരോന്നല്ലല്ലോ എനിക്ക് ചിലവിനിരുന്നത്, എൻ്റെ വീട്ടുകാരനല്ലേ. പക്ഷെ സ്വന്തം കാലം നിൽക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ വലുതായതിനു ശേഷം ആലോചിക്കാമല്ലോ. അപ്പോൾ എനിക്കും വരും മെച്യൂരിറ്റി, ഓനും വരും മെച്യൂരിറ്റി. കുറേ നേരം ഞാൻ ആലോചിച്ചതിൻ്റെ സമയം മൊത്തം ഞാൻ പോക്കുക. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിച്ചാൽ മതി. മനസ്സിലാക്കിപ്പിക്കണം. എന്തായാലും ഇങ്ങനെ മുന്നോട്ടേക്ക് അങ്ങ് പോവാം. ഈ സ്വപ്നങ്ങളൊക്കെ ഒന്ന് നിന്ന് കിട്ടിയാൽ മതി ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കലുണ്ട്. ഓനെ കാണുമ്പോൾ ഫുള്ളും ഓൻ്റെ പുണ്യാണുള്ളത്. ഞാൻ സ്വപ്നം കാണുമ്പോൾ ഒരു സ്വപ്നം ഞാനും അവനോട് ഉള്ളതല്ല, ഫുള്ള് ട്രബിളിലായിട്ടുള്ള സ്വപ്നങ്ങൾ. എന്തായാലും താഴേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം.